ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു തോന്നലാണ് സത്യത്തിൽ. പെർസെപ്ഷൻ ഒരു കമ്പനിയെ കുറിച്ച്, നമ്മുടെ ബോസിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ കുറിച്ച് നമ്മുടെ ഒരു പെർസെപ്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒപ്പീനിയൻ എന്നത് രൂപാന്തരപ്പെടും. ഒപ്പീനിയൻ ഒരാളെ കുറിച്ചുള്ള അഭിപ്രായമാണ്. അത് പിന്നീട് ബിലീഫ് സിസ്റ്റത്തിലേക്ക് മാറും. അയാളെ കുറിച്ചുള്ള വിശ്വാസം തന്നെ അങ്ങനെയായി മാറും. പിന്നെ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യും. ഈ ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യാൻ ഇതിന് സൈക്കോളജി ചെയ്ത എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടാവും? നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒന്നാണ് സബ് കോൺഷ്യസ്, കോൺഷ്യസ്, അൺകോൺഷ്യസ്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാം? വ്യത്യാസം എന്താണെന്നറിയാം? ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അവബോധ മനസ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് സത്യത്തിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒരുപാട് വ്യത്യാസങ്ങൾ. ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും? അത് അൺകോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോർഡ് തന്നെയാണ്. നെഗറ്റീവായിട്ട് നമ്മുടെ ഇന്നലകളിൽ ഹൊറിബിൾ ആയിട്ടുള്ള, ചെറിബിൾ ആയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം കിടക്കുന്നത് അൺകോൺഷ്യസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അത് ഓർക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് മൂഡിലേക്ക് പോകുന്നത്. സൈക്കോളജിയുടെ ഒരു ഭാഗം പറഞ്ഞു. നമ്മുടെ പാരൻസിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ, ഒപ്പീനിയൻ, ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന സാധനം എങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അതാണ് നമ്മുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ സത്യത്തിൽ ചെയ്യേണ്ടത്, സമയമില്ലാത്തവരെ ചുരുക്കി പറയാനുണ്ടോ എന്ന് വെച്ചാൽ അൺകോൺഷ്യസിനെ ഡിലീറ്റ് ചെയ്യണം. അൺകോൺഷ്യസിലുള്ളതിനെ ഡിലീറ്റ് ചെയ്യണം. സബ് കോൺഷ്യസിലുള്ളതിനെ ബൂസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ശരിക്കും നമ്മളെന്നൊരു വ്യക്തി ഉണ്ടാകുന്നത്. നമ്മുടെ പക്വത, നമ്മുടെ ചിന്ത, നമ്മുടെ ആൻറ്റിക്കൽ ഇവാലുവേഷൻ, സ്ട്രാറ്റജിക്കൽ തോട്ട്സ് ഇതൊക്കെ ഉണ്ടാകുന്നത് സബ് കോൺഷ്യസിൽ നിന്ന്. ഒരു വ്യക്തി പ്രൊഫഷണൽ ആകണമെങ്കിൽ അവൻ്റെ പ്രൊഫഷണൽ ലെവൽ, അവൻ്റെ കരിയർ ആയാലും സൊസൈറ്റി ആയാലും ഫാമിലിയർ ആയാലും എന്തായാലും മുന്നോട്ട് പോകണമെങ്കിൽ അവൻ്റെ സബ് കോൺഷ്യസിനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിയ ട്രെയിനേഴ്സ് ഉണ്ട്, ബിസിനസ് ട്രെയിനേഴ്സ്. അവർ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളാണ്. ലോകത്തിൽ ഏതൊക്കെ വലിയ വലിയ കമ്പനികളുണ്ടോ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ടോപ്പാണ് ആന്റണി റോബിൻസ് ആണ്. ഒരു ദിവസത്തേക്ക് 2 crore മൂപ്പരുടെ. അതായത് 3 മണിക്കൂർ ക്ലാസ് എടുത്താൽ 2 കോടി രൂപ കൊടുക്കും. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ് പങ്കെടുത്തിട്ടുണ്ട് സിംഗപ്പൂരിൽ വെച്ച്. 2 ലക്ഷം രൂപ കൊടുക്കണം നമ്മളത് അറ്റൻഡ് ചെയ്യാൻ. അത് 100 പേർക്ക് പങ്കെടുക്കാം. അങ്ങനെയാണ്. അപ്പൊ അവരൊക്കെ ചെയ്യുന്നത് ലാസ്റ്റ് ഘട്ടത്തിൽ ആകെ 3-4 തെറാപ്പിയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? സബ് കോൺഷ്യസിനെ എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത് എന്ന തെറാപ്പി. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ചെറുതായി കാണരുത്. അതായത് അവർ ചെയ്യുന്ന ഈ 2 ലക്ഷം രൂപ കൊടുത്താൽ ഉണ്ടാകുന്ന ഒരു പരിപാടി അതാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉയർത്താൻ വേണ്ടിയിട്ട് അവർ ചില തെറാപ്പിയാണ് ചെയ്യും. ബൂസ്റ്റിംഗ് തെറാപ്പി, ശിഷ് തെറാപ്പി, അതേമാതിരി തന്നെ പിന്നെ നോമിനൽ തെറാപ്പി എന്നൊക്കെ പറയുന്ന കുറച്ച് തെറാപ്പികളുണ്ട്. അപ്പൊ ഈ തെറാപ്പിയിൽ കംപ്ലീറ്റ് നമ്മുടെ സബ് കോൺഷ്യസിനെ ഉയർത്തണം. ഈ സബ് കോൺഷ്യസിനെ ഉയർത്തി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രൊഫഷണൽ വേയിൽ നമ്മുടെ കംപ്ലീറ്റ് ലൈഫിനെ നമ്മൾ സെറ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഇവിടെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ നിന്ന് വന്നതാണ്. അവിടെ ബിസിനസ് ഉണ്ട്, ചെറുപടി ബിസിനസ് ഉണ്ടാവും, സൗദിയിലും ഉണ്ടാവും. അപ്പൊ നമുക്കിങ്ങനെ പറന്ന് കിടക്കാം. പക്ഷെ നിങ്ങളൊരു ഒരു പ്രത്യേക ഒരു പ്രതലത്തിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് നല്ല സുഖമായിരിക്കും, കാരണം അവിടെ ബിസിനസ്, ഇവിടെ ബിസിനസ്. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെക്കാളും വലിയ പണിയാണ്. അപ്പൊ ഞങ്ങൾ വരുന്ന സമയത്ത് 2 മണിക്കൂറോളം മീറ്റിംഗ് ഇങ്ങനെ ഓരോരോ സെഗ്മെന്റിൽ നടത്തുകയാണ്. പ്രഷർ നമുക്ക് കൂടാ, നിങ്ങൾക്കല്ല. ഞങ്ങൾക്ക് ഓരോ ഏരിയ ചെയ്താൽ മതി. നമുക്കിത് ടോട്ടാലിറ്റിയിൽ നമ്മൾ നോക്കണം. അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ എ മാൻ വിത്ത് ബിസി എന്നത് ബിസിനെസ് ആണ്, നോട്ട് ബിസിനെസ്. ബിസിനസ്സിന് അങ്ങനെ ഒരു അർത്ഥം കൂടില്ല. എ മാൻ വിത്ത് ബിസി. ബിസിനസ് ആകുമ്പോൾ അങ്ങനെയാണ്. ഇപ്പൊ ഈ ബിസിനസ്സിൽ എപ്പോഴും കയറി പോരാറുള്ളത് ആരാണ്? ടാസ്ക് ഓറിയന്റഡ് പേഴ്സണാലിറ്റീസ്. വർക്ക് ഓറിയന്റഡ് പേഴ്സണാലിറ്റീസ് ഉണ്ട്, ടാസ്ക് ഓറിയന്റഡ് പേഴ്സണാലിറ്റീസ്. ഇപ്പൊ നിങ്ങൾ ദുബായിൽ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഏത് വലിയൊരു കമ്പനി, ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ 3 സെഗ്മെന്റ് ആയിരിക്കും അവരുണ്ടാവും. 2000 ദിർഹം സാലറി വാങ്ങിക്കുന്ന ആളുണ്ടാവും, 15,000 20,000 ദിർഹം സാലറി വാങ്ങിക്കുന്ന ആളുണ്ടാവും. അവർക്കാണ് ഫാമിലി സെറ്റപ്പ് ഒക്കെ കിട്ടുന്നത്. അതിന്റെ മുകളിലേക്കും 1 lakh or 2 lakh ഒക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അതിന് മേലെ വാങ്ങിക്കുന്ന ആളുകൾ. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? എല്ലാവർക്കും പിന്നെ മാസത്തിൽ ഫസ്റ്റ് തന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരാൾക്ക് കൊടുക്കുന്നത് 1 lakh ആണ്, ഒരാൾക്ക് കൊടുക്കുന്നത് 2,000 ആണ്. എന്താ തമ്മിലുള്ള വ്യത്യാസം? ഒരാൾ ടാസ്ക് ഓറിയന്റഡ് ആണ്, മറ്റാൾ വർക്ക് ഓറിയന്റഡ് ആണ്. ഈ ടാസ്ക് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ there is no time limit.
പ്രത്യേകിച്ചൊരു സമയം ഒന്നുകിൽ ചെയർ വേണം. അപ്പൊ ടാസ്ക് എന്ന് പറഞ്ഞാല് അപ്പൊ ടാസ്ക് ഓറിയന്റഡ് ഉണ്ട്. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു ടോക്കാണ് കേട്ടോ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വേറെ ഈ ടാസ്ക് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാസ്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേപ്പബിലിറ്റി നമ്മളിൽ ഉണ്ടാവുക എന്നതാണ്. ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയൊരു വെഞ്ചർ തുടങ്ങണം. ഇവരെ നിങ്ങളെ ഏൽപ്പിച്ചു. അതിൻ്റെ A to Z നിങ്ങൾ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ HR നിങ്ങൾ കളക്ട് ചെയ്യണം. അവരെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യണം. അവർക്ക് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കണം. അവരെ നിങ്ങൾ ഫിക്സ് ചെയ്യണം. അവർക്ക് നിങ്ങൾ അപ്ഗ്രഡേഷനും അപ്ഡേഷനും കൊടുക്കണം. ഇങ്ങനെ എല്ലാം കൂടി നിങ്ങളിലേക്ക് വരുമ്പോഴാണ് ടാസ്ക് എന്ന് പറയുന്ന സാധനമാകുന്നത്. ഈ ടാസ്കിന് എന്തില്ല? സമയബന്ധിതയില്ല. ഭക്ഷണത്തെയും ഉറക്കത്തെയും മാറ്റിവെക്കാൻ കഴിയാത്തവന് പ്രതിഭയാകാൻ കഴിയില്ല എന്നാണ് ഫിലോസഫി. ഭക്ഷണത്തെയും ഉറക്കത്തെയും മാറ്റിവെക്കാൻ പറ്റണം. കൃത്യമായി ഉറങ്ങുന്നവനും കൃത്യമായി ഭക്ഷണം കഴിക്കുന്നവനും ജസ്റ്റ് വർക്ക് ഓറിയന്റഡ് ആകുന്നു. ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിൽ നിന്ന്, അതായത് ബിഗ് തിങ് സ്മോൾ സ്റ്റെപ്സ് റാപ്പിഡ് ആയി നിൽക്കുന്നതാണ്. ബിഗ് തിങ്ക് എന്ന് പറഞ്ഞാൽ വലിയ ചിന്തയുണ്ടായിരിക്കണം. പക്ഷേ സ്മോൾ സ്റ്റെപ്സ്, ചെറിയ സ്റ്റെപ്പ് വെക്കാവും. വലിയ ചിന്ത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താക്കുന്നത്? വലിയ സ്റ്റെപ്പ്. ദെൻ റാപ്പിഡ് ആക്ഷൻ ഇൻ ബിറ്റ്വീൻ. ആ വലിയ ചിന്തയിലേക്കും ഈ ചെറിയ സ്റ്റെപ്പിനും ഇടയിൽ എത്ര വേഗതയിൽ എത്താൻ പറ്റും. ആനയുടെ നടത്തം നടക്കരുത്, നമ്മൾ കുതിരയുടെ നടത്തം നടക്കണം എന്ന് പറയാം. ആന എപ്പോഴും നടക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ച്, ആനയുടെ നടത്തം നടക്കുന്നു എല്ലാം ശ്രദ്ധിച്ച് എല്ലാവരെയും ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടാണ് പോവുക. ആന ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് സമയമെടുക്കും. നമ്മളിപ്പോൾ വണ്ടി നിർത്തി, പിന്നെ നമ്മൾ വണ്ടി ഇങ്ങനെ പോയാൽ പിന്നെ ആനനെ കാണില്ല. പക്ഷെ കുതിര അങ്ങനെയല്ല. കുതിര എങ്ങോട്ടും നോക്കാറില്ല, നേരെ പോവും. നേരെ പോവും. പൊടിപടലങ്ങൾ പടർത്തി, തീപ്പൊരികൾ പാലിച്ച്, അല്ലേ, എന്ന് ചതച്ച് മദ്യത്തിലേക്ക് ഇരച്ചു കയറി സൈന്യവ്യൂഹത്തിൻ്റെ. ബിക്കോസ് മാസ്റ്റർ ഈസ് ദെയർ. മാസ്റ്റർ ഉണ്ട് അവിടെ എന്നതുകൊണ്ടാണ് പോകുന്നത് എന്ന് വേറൊരു വാക്കുണ്ട്. ആദ്യത്തുള്ള പ്രഹൻ എന്ന ആയത്തുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ കുതിരവേഗത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. ആരാണോ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നതായിരുന്നു ഇതുവരെയുള്ള വാക്ക്. ഫിറ്റായവർ സർവൈവ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ വാക്ക് സർവൈവൽ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് എന്ന്. ആരാണോ ഫാസ്റ്റായി സഞ്ചരിക്കുന്നത് അവരെന്താവും? സർവൈവ് ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഏകദേശം കുറച്ച് രാജ്യങ്ങളിലൊക്കെ പോയി, 42 രാജ്യങ്ങളിൽ. ലോകത്തിന്റെ ഹബ്ബായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൾച്ചർ കൊണ്ട് ലണ്ടനാണ്. അതാണ് ഏറ്റവും ടോപ്പ് കൾച്ചർ. അമേരിക്കക്കാർ പോലും പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എസ്തെറ്റിക് സിറ്റിയാണ് ലണ്ടൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഹബ്ബാണ് US. വേറെ നിർത്താം, അവർക്ക് അവരുടേതായ ഒരു മോണോപ്പൊളിയൊക്കെ. പിന്നെ ഫ്രാൻസാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ, യൂറോപ്പിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രാൻസാണ്. പിന്നെ നമ്മൾ ഫാർ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ സിംഗപ്പൂരാണ്. മിഡിൽ ഈസ്റ്റിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ അത് ഏതന്നെയാണ്? നമ്മളെ UAE ഏറ്റവും ടോപ്പ് ബിസിനസ് ഹബ് എന്ന് പറഞ്ഞാൽ ഏതന്നെയാണ്? ദുബായ് തന്നെയാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ ഓരോ സ്ഥലത്തും എന്തൊക്കെ പ്രൊഫഷണലിസം ആണ് ഉള്ളത്, അത് തന്നെയാണ് ഇവരിവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും. ഇവിടെ ഇപ്പൊ മെട്രോ വരുന്നു. 150 വർഷമായി UK മെട്രോ വന്നിട്ട്. മനസ്സിലായോ? 150ാമത്തെ വാർഷിക പരിപാടിയുടെ സമയത്ത് നമ്മൾ അവിടെയുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവരിവിടെ ഇനി കൊണ്ടുവരാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5000 ദിർഹം സാലറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2000 ദിർഹം സാലറി ഉണ്ടെങ്കിൽ, അത് ഇവിടെ തന്നെ ചെലവഴിക്കുന്ന ഒരു മെത്തഡോളജിയിലേക്ക് ദുബായ് അടുത്ത് തന്നെ എത്തും. നമ്മുടെ നാട്ടിലേക്കൊന്നൊരു 10,000 രൂപ പോലും അയക്കാൻ പറ്റാത്ത, എനിക്കിപ്പോൾ ഒരുപാട് ഏകദേശം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയല്ല, ഒരു 400ഓളം സ്റ്റുഡൻസ് UK ഒരു 300 ആൾക്കാർ ഓസ്ട്രേലിയയിലുണ്ട്. അവരാരും സാമ്പത്തികം വീട്ടിലേക്ക് അയക്കാറില്ല. കാരണം അവരധ്വാനിക്കുന്നവർക്ക് 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ സാലറി ഉണ്ട് അവർക്ക്, ഇന്ത്യൻ റുപ്പീസ്. പക്ഷെ അതൊന്നും അവർ വീട്ടിലേക്ക് അയക്കാറില്ല. എന്താ കാരണം? ആ രാജ്യത്തിന്റെ പോളിസി അതാണ്, ഒരിക്കലും സാമ്പത്തികം പുറത്തേക്ക് പോകരുത്. അതിന്റെ വേറൊരു മെത്തഡോളജിയാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, ദുബായ് ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അധിക കാലമൊന്നും നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ, നാട്ടുകാരെ എങ്ങോട്ട് കൊണ്ടുവരാന്നല്ലാതെ നാട്ടിലേക്ക് അയക്കാൻ ഇല്ലാത്തൊരു മെത്തേഡിലേക്കാണ്
UAE പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിയമങ്ങളും അങ്ങനെയാണ്. അവിടെ തന്നെ അതിന്റെ ഈച്ചക്കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കത് ഇവിടെ നിൽക്കുന്നത് മനസ്സിലാകാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സാധാരണ വർക്ക് ഹോളിക്കിൽ നിന്നും ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് മാറണം. നമ്മൾ പ്രൊഫഷണൽ വേറെ നമ്മൾ കുറച്ചും കൂടി ഉയരണം. നമ്മൾ കഥ കേട്ടിട്ടില്ലേ? ഒരു മരം വെട്ടുകാരൻ ഒരു മരം വെട്ടാൻ ഒരാളെ ഏൽപ്പിച്ചു. ആദ്യത്തെ ദിവസം 100 പിന്നെ ഇത് വെട്ടി, രണ്ടാമത്തെ ദിവസം 50, അങ്ങനെ പിന്നെ അങ്ങനെ പോയി ഏകദേശം ഒരു 20ാമത്തെ ദിവസം വെട്ടിയത് ഒറ്റ മരമാണ്. അപ്പൊ ഈ ബോസ് വന്നിട്ട് ചോദിക്കാൻ, നിങ്ങൾ എന്താ ഇങ്ങനെ ആദ്യത്തെ ദിവസം 100 വെട്ടിയല്ലോ? ഇയാൾ പറഞ്ഞു, ഞാൻ രാവിലെ 7 മണിക്ക് ഇറങ്ങും, വൈകുന്നേരം 6 മണി വരെ ഉണ്ട്, പക്ഷെ എന്താന്ന് അറിഞ്ഞൂടാ, ഒറ്റ മര വെട്ടാൻ പറ്റുന്നുള്ളൂ. ഈ ബോസ് എങ്ങനെ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഇയാൾ എന്തായി ചെയ്യുന്നത്? ഒറ്റ മര വെട്ടിയിട്ടുള്ളൂ. ലാസ്റ്റ് കണ്ടെത്തി. അയാൾ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മഴു ഷാർപ്പൺ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മഴു എന്താക്കിയിട്ടുണ്ടോ? മോർച്ചയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനൊന്നും എനിക്ക് സമയമില്ല. മഴു മൂർച്ചയാക്കാൻ സമയമില്ല. അത് പിന്നെ ഒന്നേ വിട്ടുള്ളൂ. മഴു മൂർച്ചയാക്കുക എന്ന് പറയുന്ന ഒരു ഫിലോസഫി. നമ്മൾ നമ്മളെ മൂർച്ചയാക്കിക്കൊണ്ടേയിരിക്കുക, നമ്മളെ ഇങ്ങനെ ഷാർപ്പാക്കിക്കൊണ്ടേയിരിക്കുക. ഇന്ന് ലോകത്തിൽ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന വർക്ക് തന്നെ ഇല്ലാതെയായിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഹാർഡ് വർക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര് പറഞ്ഞു നമ്മളോട് ഹാർഡ് വർക്ക് ചെയ്യാൻ? ഇപ്പോൾ സ്മാർട്ട് വർക്കും കഴിഞ്ഞ് ഷാർപ്പ് വർക്കാണ്. ഹാർഡ് വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം 10-20 വർഷമായി. പിന്നെ ഒരു 10 വർഷം പറഞ്ഞിരുന്ന വാക്ക് എന്താണ്? സ്മാർട്ട് വർക്കാണ്. ഇപ്പൊ സ്മാർട്ടും പോയി, ഷാർപ്പ് വർക്ക്, ഷാർപ്പായിരിക്കണം എന്നതാണ്. അപ്പൊ സ്പീഡ് ആൻഡ് അക്യുറസി എന്നതാണ് ഇന്നത്തെ സ്ലോഗൻ. സ്പീഡായിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം. ചിലർ സ്പീഡായിരിക്കും പക്ഷെ അക്യുറേറ്റ് ആവണമെന്നില്ല. ചിലർ അക്യുറേറ്റ് ആയിരിക്കും പക്ഷെ സ്പീഡ് ആകണമെന്നില്ല. അപ്പൊ സ്പീഡ് ആൻഡ് അക്യുറസി എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രൊഫഷണലിസം. എന്ന് വെച്ചാൽ ഒന്ന് ടൈം കീപ്പ് ചെയ്യാന്നുള്ളത്. ഒന്ന് വളരെ ഷോർട്ടാക്കി പറഞ്ഞു, ടൈം പങ്ക്ച്വലി. നമ്മളൊരു രാജ്യത്ത് പോയി, ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ UK ഫ്ലൈറ്റ് പൊങ്ങാൻ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തല. 12 മണിക്ക് കയറുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ അവിടെ നിർത്തിയിട്ട് കൗണ്ട് ഡൗൺ ഉള്ള രാജ്യമാണ് UK. ഇങ്ങനെ വന്നിട്ട് 12 എന്ന് പറഞ്ഞപ്പോൾ ടാക്സി ഇട്ടൊരു പോക്കാണ്. അതിലാരും കയറിയിട്ടില്ല എന്നൊന്നും നോക്കൂല. 12 മണിക്ക് കയറിയിരിക്കും. 12 മണിക്ക് കയറിയിരിക്കും. മനസ്സിലായോ? അല്ലാതെ ഏത് വലിയ VIP-യും 12:01 എത്തിയാൽ സാധനം പോയിട്ടുണ്ടാവും. നമ്മളിവിടെ VIPs വരുന്നതിനനുസരിച്ച് പിടിച്ചു നിർത്തലല്ലേ? ആ പരിപാടിയില്ല. എല്ലാവരുടെയും ടൈമിന് വിലയും. അപ്പൊ പ്രൊഫഷണലിസത്തിന്റെ ആദ്യത്തെ ഭാഗം ടൈമാണ്. ടൈമിനെത്തുക. APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നവന് ഈ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. കാരണം 4 മണിക്ക് എഴുന്നേൽക്കുക എന്നത് തന്നെ ഒരു മാറ്റമാണ്. മനസ്സിലായോ? അതിരാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നവന് ഈ ലോകത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും. കാരണം അതിരാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക എന്നത് തന്നെ ഒരു മാറ്റമാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലിസം, കമ്പനിക്ക് ഒരു പ്രൊഫഷണലിസം ഉണ്ടാവും. പക്ഷെ ആ പ്രൊഫഷണലിസം അല്ല, ഗ്രൂപ്പ് പ്രൊഫഷണലിസം അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ പ്രൊഫഷണൽ ആവുക എന്നുള്ളത്. കമ്പനി കുറെ പ്രൊഫഷണൽ ആയതുകൊണ്ട് നമ്മൾ പ്രൊഫഷണൽ ആവില്ല. നമുക്ക് ആ കമ്പനിയുടെ ടാസ്കിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. കമ്പനിക്ക് ചിലപ്പോൾ പ്രൊഫഷണൽ വേണ്ടാവും, പക്ഷെ അത് മാത്രം ഫോളോ ചെയ്ത് നമ്മൾ ഇറിറ്റേഷനോട് കൂടിയിട്ട് അതിന്റെ പിന്നാലെ പോകേണ്ടി വരും. അപ്പോൾ മനസ്സിലാവണം, കമ്പനിയുടെ പ്രൊഫഷണലിസത്തിന്റെ പിന്നാലെ നമ്മൾ പോകാൻ നിന്നാൽ നമ്മൾ ഇറിറ്റേറ്റീവ് ആയിട്ടാണ് പോവുക. അത് ജോബ് ഓറിയന്റഡ് ആണ്. ജോബിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം? അത് ഇറിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. മനസ്സിലാവണം, നമുക്ക് വളരെ പ്രയാസത്തോടു കൂടിയും ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ തൂപ്പുവേല ചെയ്യുന്നവരൊന്നും മോശമാക്കി പറയല്ല. ഇപ്പൊ ഇവിടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ അവർക്ക് ആ ജോലി ഒരിക്കലും ഇഷ്ടമല്ല. അവരിഷ്ടത്തോട് കൂടിയിട്ടൊന്നല്ലേ ഈ ചളി വരുന്നത്. പക്ഷെ അതാണ് അദ്ദേഹത്തിന്റെ ജോലി. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളൊരു പാകിസ്ഥാനി ഡ്രൈവറെ പരിചയപ്പെട്ടു. അദ്ദേഹം ഇവിടെ നല്ലൊരു മൊബൈൽ ഷോപ്പൊക്കെ നടത്തിയിരുന്ന ആളാണ്. ഇപ്പം അതൊക്കെ പൊളിഞ്ഞുപോയി കൊറോണയിൽ. അദ്ദേഹം ഒരു ടാക്സി വാടക എടുത്തിട്ട് ഓടുകയാണ്. അദ്ദേഹം ആ ജോലി വളരെ ഇറിറ്റേറ്റീവ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടായിരുന്നു, അദ്ദേഹം അതിന്റെ ബോസായിരുന്നു. പക്ഷെ ഇപ്പൊ ടാക്സി ഡ്രൈവറാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ ജോലി തീരെ ഇഷ്ടമല്ല. അപ്പോൾ മനസ്സിലായോ? ഈ ജോബ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരു പ്രൊഫഷണൽ വേ ഒന്നുമല്ല ജോലി എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അങ്ങനെ പറയുമ്പോൾ നമുക്കൊന്നും തോന്നരുത്. ഒരു പ്രൊഫഷണൽ വേ അല്ല ജോലി എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് നമ്മൾ എന്താക്കണം? പ്രൊഫഷണൽ ഓറിയന്റഡ് പേഴ്സണാലിറ്റി ആവുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ടാസ്ക്. നമ്മളെല്ലാവരും ഇങ്ങനെ യൂറോപ്പിനെ ഇത് പറയല്ല. അവര് കണ്ടിട്ടുണ്ടോ? ഒരു 20 ദിവസം ജോലി ചെയ്ത 10 ദിവസം ടൂറിലായി. പക്ഷെ 20 ദിവസം കൊണ്ട് ഒരു 40 ദിവസത്തെ പണി ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ കമ്പനി എന്താക്കുന്നത്? ഒരു 1 വീക്കിലേക്കൊക്കെ നമ്മൾ ഇന്ത്യയിൽ വന്ന് പോകുന്ന സായിപ്പന്മാരുണ്ട് UK-യിൽ നിന്ന്. ജസ്റ്റ് ഒരാഴ്ച ഇങ്ങനെ കഴിച്ചാൽ എന്നിട്ട് നേരെ വേറെ ടാസ്കിലേക്ക് പോവാണ്.
ആ ടാസ്ക് ഫിനിഷ് ചെയ്തിരിക്കും. നിങ്ങളുടെ കാര്യം ഫുള്ള് ടാസ്ക് തന്നെയാണ്. ആ ടാസ്ക് ഇവിടെ ആരൊക്കെയോ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് വർക്കായി മാറുന്നത്. മനസ്സിലായോ? ഇവിടെ വേറെ ആരൊക്കെയോ ആ ടാസ്ക് എടുത്ത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കത് വർക്കായി മാറും. നിങ്ങൾ ടാസ്ക് ഓറിയന്റഡ് ആകുമ്പോൾ നിങ്ങളെ തേടി ഒരുപാട് ആളുകൾ എത്തും. നിങ്ങൾ ടാസ്ക് ഓറിയന്റഡ് ആണെങ്കിൽ, അതിനിങ്ങനെ ഫോക്കസ് ചെയ്ത് പറയുന്നത്, ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില കപ്പാസിറ്റി എക്സ്ട്രാ ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാക്കി തീർക്കലാണ് ടാസ്ക്. നമ്മൾ അറിയാതെ നമ്മുടെ കപ്പാസിറ്റി കൂടണം. അതിന് നമുക്ക് ചില ഗോൾ സെറ്റുകൾ ഉണ്ടാവും. ഗോൾ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പിരിച്വൽ ഗോൾ വേണം, സോഷ്യൽ ഗോൾ വേണം, ഫെമിലിയർ ഗോൾ വേണം, പേഴ്സണൽ ഗോൾ വേണം, ഹെൽത്ത് ഗോൾ വേണം. ഈ 5 ഗോള് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കരിയർ എന്ന് പറയുന്ന ഗോൾ. ഈ 6 ഗോളിലൂടെയാണ് എന്താകുന്നത് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് സ്പിരിച്വൽ ഗോൾ, എല്ലാവർക്കും വ്യത്യസ്ത മതത്തിൽ പിന്നെ മറ്റു ആചാരത്തിലൊക്കെ ഉള്ള ആളുകളുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവരുടേതായ ഓരോരോ ഫോക്കസ് ഉണ്ട്, ഒരു സ്പിരിച്വൽ. ആ ലൈനിൽ തന്നെ പോകണം, എന്നിട്ട് അതിന്റെ ഡെപ്തിലേക്ക് അവരെത്തണം. അതിൽ സ്നേഹമുണ്ട്, ആർദ്രതയുണ്ട്, കാരുണ്യമുണ്ട്, ബഹുസ്വരതയുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ള തീമുണ്ട്. ദെൻ ഹൈന്ദവ കമ്മ്യൂണിറ്റി രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്, ഓം സഹന ഭവതു സഹന ഗുനത്തു സഹവീരം കരവാവഹൈ തേജസ്വിന വദീതമസ്തു മാ വിദ്ദിശാവഹൈ ഓം ശാന്തി. അവർക്ക് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ലോകത്തിനും മുഴുവൻ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇതേപോലെ നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷം എന്താ നമ്മൾ അസംസ്കരിച്ചു, നമ്മളെന്താ ചൊല്ലി, അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാമു മിൻകസ്സലാം വഇലൈക അർജുസ്സലാം ഹയ്യന. അവരുടെ മദ്രസയിൽ പഠിച്ചതാണ്, പക്ഷെ അർത്ഥം വരെ നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അറബ് നാട്ടിലായതുകൊണ്ട് അർത്ഥം ചിലപ്പോൾ അറിയും. ദൈവമേ നീയാണ് സമാധാനം, നിന്നിൽ നിന്ന് സമാധാനം, നിന്നിലേക്ക് സമാധാനത്തിന്റെ മടക്കം, ഹയ്യന റബ്ബന ബിസ്സലാം. അതുകൊണ്ട് സമാധാനത്തോടു കൂടി ഞങ്ങൾ ജീവിപ്പിക്കണം. അപ്പൊ ആ സമാധാനത്തോടു കൂടിയുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ആരൊക്കെയുണ്ട് പരസ്പരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്? കയ്യെത്തിയാൽ അവനവന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവൻ സ്വാർത്ഥനാണ്. മനസ്സിലായി? അവനവന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവൻ സ്വാർത്ഥനാണ്. അതുകൊണ്ടാണ് ഖുർആനിലെ പ്രാർത്ഥനകളൊക്കെ റബ്ബന എന്ന, എല്ലാം കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന. റബ്ബി എന്ന് പറഞ്ഞുള്ള സാധനങ്ങൾ കാണില്ല. ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാണ്. ഏകദേശം 120ഓളം വരുന്ന പ്രാർത്ഥനകളൊക്കെ റബ്ബന എന്നാണ്. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നീ അങ്ങനെ ആക്കണമേ എന്ന്. ഇപ്പൊ സ്വാർത്ഥമായ പ്രാർത്ഥനയില്ല. എന്തുകൊണ്ടാണ് ഈ പള്ളിയിൽ പോയി സ്കരിക്കാൻ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? ഒറ്റയ്ക്ക് സ്കെച്ചാൽ പോലെ, അതിനേക്കാൾ ഒന്നും കൂടി ഭക്തി തോന്നുന്ന പോലെ നമുക്ക് തോന്നൂലേ? പക്ഷെ അങ്ങനെ സിംഗുലർ ആയിട്ടൊരു പ്രാർത്ഥനയില്ല. കൂട്ടമായി പ്രാർത്ഥിക്കുക, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദാറ്റ്സ് അവർ സ്പിരിച്വൽ ഗോൾ. നമ്മൾ ഏത് ബിസിനസ്സിലൂടെ എങ്ങനെ പോയാലും ആ വാല്യൂസും എത്തിക്സും കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതാണ് സ്പിരിച്വൽ ഗോൾ എന്ന് പറയുന്നത്. പ്രൊഫഷണലിസത്തിന്റെ വലിയൊരു ഭാഗമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ചില ആളുകൾക്ക് ആ പ്രൊഫഷണലിസം കൂടി 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 അവർ സാധുക്കളായി മാറുന്നത് കാണാൻ പറ്റും. ഉദാഹരണത്തിന് വാറൻ ബഫറ്റ്, അദ്ദേഹം ജൂതനാണ്. അദ്ദേഹം ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റിലുള്ള മുഴുവൻ ആളുകളുടെയും ക്യാഷ് തിരിച്ച് അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ 400 പേര് പോകുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ടിക്കറ്റ് എടുത്ത പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന മെസ്സേജ് കണ്ടാൽ മനസ്സിലാക്കുക വാറൻ ബഫറ്റ് കയറിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ എന്നാണ് അതിന്റെ അർത്ഥം. കാരണം മൂപ്പരുടെ ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ മൂപ്പരുടെ ഒരു രീതിയാണ്. സാധാരണ ബിസിനസ് ക്ലാസ് അല്ലാത്തതിൽ കയറുക, സാധാരണക്കാരുടെ കൂടെ കയറുക. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ 2ാമനാണ് കേട്ടോ. ബിൽ ഗേറ്റ്സ് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അദ്ദേഹത്തിന് അങ്ങനെ കൊടുക്കാം. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വലിയ കാറില്ല, ഒരുപാട് മൾട്ടി സ്റ്റോറേജ് വീടില്ല. മനസ്സിലായോ? അദ്ദേഹത്തോട് അദ്ദേഹത്തെ പറയാൻ കാരണം, അദ്ദേഹത്തോട് ഒരിക്കലും ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കും? ഇത്രയും സമ്പത്തിന് സ്വന്തമായി ഫ്ലൈറ്റ് മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്, ബൊംബാർഡിയർ കമ്പനി, കനേഡയുടെ കമ്പനിയുടെ 51% ഷെയർ മൂപ്പരുടേതാണ്. ആ കമ്പനി മൂപ്പരുടേതാണ്. 51% എന്ന് പറഞ്ഞ മേജർ ഷെയർ ആയി, അത് മൂപ്പരുടേതാണ്. എന്നിട്ട് പോലും ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കാറില്ല. എന്താ സ്വന്തമായിട്ട് ഫ്ലൈറ്റുകളുണ്ട്, അതെടുത്ത് പോയാൽ മതി. അങ്ങനെ പോകേണ്ട ആളല്ലേ? ഇവിടുത്തെ ഷെയ്ക്ക് വരെ പോകുന്നത് സ്വന്തം, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകുന്നത് സ്വന്തം ഫ്ലൈറ്റ് എടുത്തിട്ടല്ല. അതിനേക്കാളും വലിയ സമ്പന്നനാണ് അദ്ദേഹം. പക്ഷെ എന്താകുന്നില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത്, പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് സിന്തറ്റിക് ഹാപ്പിനെസ്സിലല്ല, ഒതന്റിക് ഹാപ്പിനെസ്സിലാണ്. നമ്മൾ വിചാരിക്കും കുറെ പൈസ കിട്ടിയാൽ വലിയ സന്തോഷം ഉണ്ടാവും, ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ. അതൊന്നുമല്ല പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ. കുറെ പൈസ ഉണ്ടാക്കലൊന്നും പ്രൊഫഷണലിസം അല്ല. നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളെക്കാളും കൂടുതൽ പൈസ ഉള്ള ഒരുപാട് ആൾക്കാർ നാട്ടിലുണ്ട്. റിയൽ എസ്റ്റേറ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ പൈസ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഇല്ലേ? ഒറ്റ കൊല്ലം കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ആ പൈസ കൊണ്ടൊന്നും അവർ സംതൃപ്തരല്ല. കാരണം എന്തുകൊണ്ടാ? ഒരു സ്പിരിച്വൽ ഡ്രൈവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്. അതിൽ വാല്യൂസും എത്തിക്സും, ഞാൻ പറഞ്ഞത് വെറും ഒരു സ്പിരിച്വൽ തന്നെ ഒരു പ്രാർത്ഥന മാത്രമല്ല, നമ്മൾ പരസ്പരമുള്ള സ്നേഹം, അത് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വരേണ്ടതാണ്. മനസ്സിലായോ?
ഇതിലിപ്പോ ഉദാഹരണത്തിന് നമ്മളെ പെങ്ങന്മാർ, നമ്മളെ ബന്ധപ്പെട്ടവർ, അവരതുപോലെ തന്നെ കാക്കുക എന്നത് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വരേണ്ടത്. വേറെ ലോകത്തിലൊരു എത്തിക്സ് ഒന്നും നമുക്ക് പഠിപ്പിച്ചു തരില്ല, മനസ്സിലായോ? എത്തിക്സ് പഠിപ്പിച്ചു തരാനില്ല. നമ്മൾ പല രാജ്യത്തും പോകുമ്പോൾ, ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ പെൺകുട്ടികളും ഓസ്ട്രേലിയൻസ് എല്ലാവരും മദ്യപിക്കാൻ പോകും രാത്രിയിൽ. പെൺകുട്ടികൾ അവരെങ്ങനെയാണ് കൊണ്ട് വീട്ടിലെത്തുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതിനെ നമ്മൾ ലിബറലിസം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതല്ല സത്യത്തിൽ ലിബറലിസം, മനസ്സിലായോ? എല്ലാവരെയും ഒരേപോലെ കാണലാണ് ലിബറലിസം. ആ ലിബറലിസത്തിലേക്കാണ് നമ്മൾ എന്താക്കേണ്ടത്. അപ്പൊ നമ്മുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതായിരിക്കണം, സത്യസന്ധമായി. ഒരിക്കല് ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് എൻ്റെ ഈ വേഷത്തൊക്കെ കണ്ടപ്പോൾ എന്നോടൊരു ബ്രാഹ്മണനായ ഒരു മനുഷ്യൻ കുറെ നേരം ഇങ്ങനെ നോക്കി, എന്നിട്ട് അപ്പോ അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അബ്ദുള്ള എഞ്ചിനീയർ അറിയുന്നു? അബ്ദുള്ള എഞ്ചിനീയർ ഇവരുടെ നാട്ടിലാണ്. അബ്ദുള്ള എഞ്ചിനീയർ അറിയുമെന്ന് ചോദിച്ചു. നിങ്ങൾ അബ്ദുള്ള എഞ്ചിനീയറുടെ ആളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പാണോ എന്നുള്ളത് അവന് അബ്ദുള്ള എഞ്ചിനീയർ അറിയുന്നുണ്ട്. വല്ലാത്തൊരു മനുഷ്യനാന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഈ ബ്രാഹ്മണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്ന് വെച്ചാൽ, അദ്ദേഹം ഇലക്ട്രിസിറ്റിയിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു കേരളത്തിൽ. അബ്ദുള്ള എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അന്ന് ഇലക്ട്രിക്കൽ അതിന്റെ മിനിസ്റ്റർ ആയിരുന്നത്, ഇലക്ട്രിസിറ്റിയുടെ മിനിസ്റ്റർ ആയിരുന്നത്. ആ സമയത്ത് പിണറായി വിജയന്റെ കൂടെ അതിന്റെ ഷെയർ ആയിരുന്ന ആളാണ് ആര്? അബ്ദുള്ള എഞ്ചിനീയർ. അബ്ദുള്ള എഞ്ചിനീയർ എന്നും 5:30 മണിക്കാണ് അത്ര ഓഫീസിൽ നിന്ന് പോവുക. അദ്ദേഹം എന്നോട് പറയുന്നത് ട്രെയിനാണ് 5:30 മണിക്ക്. എന്ന് 5 മണിക്ക് ഓഫീസ് കഴിയുമല്ലോ. പ്രത്യേകിച്ച് മെയിൻ ഓഫീസേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? കുറച്ച് നേരത്തെ പോകും. അപ്പം ഞങ്ങള് ഇവിടെ ഒരു ഓഫീസിൽ പോയപ്പോൾ 1 മണിക്ക് തന്നെ എല്ലാവരും പോയിട്ടുണ്ട്. അവരുടെ സമയം ചിലപ്പോൾ 3 മണിയൊക്കെ ആയി. അപ്പോൾ മെയിൻ ആളുകളാണ് പെട്ടെന്ന് പോവുക. അങ്ങനെയാണ്. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ. പക്ഷെ എല്ലാവരും പോകത്തിന് 5 മണി ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഇദ്ദേഹമാണ് എന്താക്കുക, അതിന്റെ ചാവി സെക്യൂരിറ്റി ചെയ്തിട്ട് പോകും. അങ്ങനെ ഈ സെന്റ് ഓഫിന്റെ ഡേ, അതായത് ഇതൊക്കെ കഴിഞ്ഞ് റിട്ടയർഡ് ആകുന്ന സമയത്ത് സെന്റ് ഓഫ് ഉണ്ടാവുമല്ലോ. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചത്ര നിങ്ങൾ എന്തായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്? അപ്പൊ അബ്ദുള്ള എഞ്ചിനീയർ പറഞ്ഞത്, അദ്ദേഹത്തിന് അത് ന്യായീകരണം പറയണല്ലോ. അദ്ദേഹം പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല, പോകുന്ന ദിവസമെങ്കിലും ഞാൻ പറയാം, എനിക്ക് ളുഹർ അസർ എന്ന് പറഞ്ഞ 2 നിസ്കാരമുണ്ട്. അത് സർക്കാരിന്റെ കണക്കിലില്ല. സർക്കാരിന്റെ കണക്കിൽ 1/2 മണിക്കൂർ ബ്രേക്ക് ചോറിന് മാത്രമാണ്. അപ്പൊ ഈ 2 നിസ്കാരത്തിന് വേണ്ടി ഞാൻ പള്ളിയിൽ പോയി വരുമ്പോഴേക്ക് 1/2 മണിക്കൂർ പോകും. അപ്പൊ 1/2 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്ന ശമ്പളം എൻ്റെ മക്കൾ നിഷിദ്ധമായത് കഴിക്കാൻ തുടങ്ങും. എൻ്റെ തലമുറ എനിക്ക് കിട്ടാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ എന്താക്കുന്നത്, 5:30 വരെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണോ കിട്ടുന്നത്, എന്തോ ആകട്ടെ, മനസ്സിലായി? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ എന്താ സാലറി കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യും. അതല്ല എൻ്റെ മാറ്റർ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ MBA കഴിഞ്ഞവർക്ക് 8,000 രൂപ ശമ്പളം അതേ കിട്ടുന്നുള്ളൂ, മനസ്സിലായോ? ബിടെക് കഴിഞ്ഞവർക്ക് 10,000, അല്ലെ MBA കഴിഞ്ഞവർക്ക് 10,000, ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഈവൻ ഡോക്ടേഴ്സ്, നമ്മൾ ഭയങ്കരമായിട്ട് പറയുന്ന MBBS ഡോക്ടേഴ്സ് ഇല്ലേ, നിങ്ങൾ അൽമാസിൽ അവിടെ എടുത്തൊന്ന് പോയി നോക്കുക. ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് 15,000, 20,000 രൂപയാണ് ആകെ കൊടുക്കുന്ന സാലറി. PG ഇല്ലാത്തത് കൊണ്ട് PG ചെയ്യണമെങ്കിൽ ഇനി അവർക്ക് എന്ത് ചെയ്യണം? 1.5 കോടി വേറെ കേൾക്കണം. ഇതൊക്കെയാണ് ലോകത്തിന്റെ ഒരു സാഹചര്യം. അതുകൊണ്ട് സാധാരണ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ, നമ്മൾ IIT പോയി കഴിഞ്ഞാൽ, IIT ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ക്യാമ്പസ് IIT-യിലെ കുട്ടികൾക്ക് IIT-യുടെ വില അറിയും. IIT-യിൽ എത്തുന്നതിന് മുമ്പേ അതിന്റെ വില അറിയും. ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഫറൂഖ് കോളേജിന്റെ വില അറിയില്ല. മഹാരാജാസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ വില. അപ്പൊ നമുക്ക് വളരെ എന്താ പറയാ, നിങ്ങൾക്ക് നല്ല മൈൻഡുള്ള, നല്ല വിശാല കാഴ്ചപ്പാടുള്ള, ഒരുതരം എന്താ പറയാ, ഭയങ്കര ബ്രോഡനിങ് മൈൻഡുള്ള ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്. പക്ഷെ അത് നമുക്ക് എന്താ വരുന്നത്, നമ്മുടെ വാല്യൂസിനെയും എത്തിക്സിനെയും കൂട്ടാനുള്ള കാര്യമായിരിക്കണം, അതിനെ കുറക്കാനുള്ളതാവരുത്. എക്സ്ക്യൂസ് ആകരുത്. ബന്ധങ്ങൾ എന്തായിരിക്കണം? എക്സ്ട്രാ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ളതായിരിക്കണം. ഞാൻ അതിന് അബ്ദുള്ള എഞ്ചിനീയർ പറഞ്ഞു. ഒരു ടൈം എന്ന് പറഞ്ഞത് ഏറ്റവും പ്രൊഫഷണലിസത്തിന്റെ ആദ്യത്തെ ഭാഗം ടൈം തന്നെയാണ്. ഞാനിവിടെ ഇന്ന് 4:30 ഏറ്റു, അദ്ദേഹം അവിടെ 3:30 വന്നു. അതുകൊണ്ട് 4:30 കൃത്യമായിട്ട് നമ്മൾ ഇവിടെ എത്തി. ഈ ടൈം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതില്ലെങ്കിൽ എവിടെയോ പ്രശ്നം. എന്തിനാ നമുക്ക് 5 വക്ത നിസ്കാരം ഇങ്ങനെ വെച്ച്, എന്തിനാ ഇവരെ പോലുള്ള ആളുകൾക്ക് ഈ പ്രഭാതത്തിൽ 4 മണിക്ക് പ്രാർത്ഥന വെച്ച് ഓം സഹനാവതു സഹനഭിനത്തു എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് 4 മണിക്കാണ്. എന്തിനീ മതങ്ങളൊക്കെ ഇങ്ങനെ സമയം വെക്കുന്നത്? ഏതെങ്കിലും സമയത്തൊക്കെ പോരെ ഇത്. അത് വെക്കുന്നത് എന്താണെന്ന്, ഒരു മനുഷ്യനെ ഡിസിപ്ലിൻഡ് ആക്കാൻ. ഒരു മനുഷ്യൻ ഡിസിപ്ലിൻഡ് ആവണം. അതിനാണ് ഈ ടൈം, അതിനാണ് പങ്ക്ച്വാലിറ്റി. അത് പ്രൊഫഷണലിസത്തിന്റെ ആദ്യ ഭാഗം. പിന്നെ ഈ ഡ്രീമിനെ നമുക്ക് എല്ലാവർക്കും കൂടി കൂട്ടമായിട്ട് ഒരു ടീമായിട്ട് പോകാൻ ഒരു ഡ്രീം ഉണ്ടാവും. ആ ഡ്രീം ഇവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും, ഇന്ന പോലെ എത്തുകയായിരുന്നു.
ഇപ്പൊ രത്തൻ ടാറ്റ എന്ന് പറയുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞത് 100 ഇയേഴ്സിലേക്കുള്ള സ്ട്രാറ്റജിയിലേക്ക് 100 വർഷത്തേക്ക് ടാറ്റ ഗ്രൂപ്പ് എങ്ങനെയായിരിക്കണം എന്ന സ്ട്രാറ്റജി ഉണ്ടാക്കാൻ 2 വർഷം ലീവ് എടുത്തു. അദ്ദേഹത്തിന്റെ നരിമാൻ പോയിന്റിലുള്ള അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റിന്റെ 3ാമത്തെ നില അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. അത് കണ്ടിട്ട് നമ്മൾ ആ അന്തം വിട്ടു. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല, ബിൽഡിംഗ് ഒക്കെ പുറത്തുനിന്ന് കാണാവുന്നതാണ്. അതിന്റെ ഉള്ളിലാണ് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജിക്കൽ ഏരിയ, അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള ഏരിയ, തിങ്കിങ് ഏരിയ. അപ്പൊ അദ്ദേഹം 100 ഇയേഴ്സിലേക്ക്, ഉദാഹരണത്തിന് പിന്നെ നമ്മളെ റേഞ്ച് റോവർ അദ്ദേഹം ഈ അടുത്തിടെ എടുത്തു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി. അദ്ദേഹം ഇറങ്ങിയിട്ട് 10 വർഷത്തോളായി ഇത് അക്വയർ ചെയ്യണം എന്നുള്ളത്, ഇനി അടുത്തതായിരിക്കണം എന്നുള്ളത്. ഇലക്ട്രിക്കൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം എത്ര വരെ എത്തിയിട്ടുണ്ടെന്ന് അറിയാം. അതായത് റോഡ് മാർഗങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് അവസാനം ആകാശത്തിലൂടെ പറക്കുന്ന കാറുകൾ ഉണ്ടല്ലോ, കാർ ചെയർ അല്ല, കേബിൾ ചെയർ അല്ല പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും ഹെലികോപ്റ്റർ എടുക്കാൻ കഴിയില്ല, എല്ലാവരും സമ്പന്നരല്ലല്ലോ. അതുകൊണ്ട് ഈ ബലൂണില്ലേ നമ്മുടെ അതില് എന്ത് ചെയ്യാണ്, നമ്മുടെ പാരച്യൂട്ട് പോലെയുള്ള ബലൂണില് ആപ്പ് ഘടിപ്പിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് ആപ്പ് കൊണ്ടുപോകുന്നത് വരെ രത്തൻ ടാറ്റ ചെയ്തു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രൊഫഷണലിസം. അത് എന്നിറങ്ങും, ചിലപ്പോൾ 50 കൊല്ലം കഴിഞ്ഞാൽ ഇറങ്ങുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ചെയ്തു വെച്ചിട്ടാണ് രത്തൻ ടാറ്റ പടി ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കമ്പനി, ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹീതമായ കമ്പനിയാണ്. ഈ കമ്പനി ഇന്ന പോലെ പോയി അറ്റ്ലീസ്റ്റ് ഒരു കമ്പനിക്ക് 25 ഇയേഴ്സിന്റെ സ്ട്രാറ്റജി ഉണ്ടാവും, 25 വർഷത്തിന്റെ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയിൽ 10 വർഷം കഴിഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവും. ലോകം ഭയങ്കര സ്പീഡിലായതുകൊണ്ട് 5 വർഷം കൂടുമ്പോൾ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ടി വരും. ആ എല്ലാറ്റിന്റെയും കൂടത്തിൽ നമ്മൾ അത് ആ ഉയരത്തിലേക്ക് കമ്പനി പോകണമെങ്കിൽ എന്ത് വേണം, നമുക്ക് പ്രൊഫഷണലിസം എന്താണെന്ന് അറിയാം. നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ നിൽക്കുന്നു എന്നല്ല പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ കമ്പനി അങ്ങനെ വളരെയില്ല. കമ്പനി വളരാത്തത് കൊണ്ട് നമുക്കും വളർച്ച ഉണ്ടാകില്ല. അങ്ങനെയാണ്. ഇവിടെ സെക്യൂടെക് എന്നൊരു കമ്പനി ഉണ്ട് അബുദാബി. അതിലെ CFO എന്റെ സുഹൃത്ത്, എന്റെ കൂടെ ഇരുന്ന് പഠിച്ചതാണ്. അവന് കൊടുക്കുന്ന സാലറി ഞാൻ പറയുന്നില്ല, ഒരു ബ്രിട്ടീഷ് കമ്പനിയാണെന്തോ ആണ്. ഞാൻ അന്ന് വരുന്ന സമയത്ത് അവന്റെ സാലറി ചോദിച്ചാൽ, പക്ഷെ അവൻ എന്നോട് പറഞ്ഞു നീയുമാണെങ്കിൽ പോലും ഞാൻ ഇതേ സാലറി വാങ്ങി തരാമെന്ന്. പക്ഷെ അവന്റെ ഹെഡേക്ക് എന്താണെന്ന് അറിയാം, കമ്പനി അനാലിസിസ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഫിനാൻസിന്റെ. ഞങ്ങളിതാ ഇത്രയും കോടിയുണ്ട്, ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങൾ പറ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ അനലൈസ് ചെയ്ത് അവനിങ്ങനെ ഒരു മാസം അവൻ തല പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നുന്നു. കാരണം ഈ ആൻസർ മിസ്സായ പ്രശ്നം. ആൻസർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് പ്രശ്നമാണ്. എന്നേക്കാൾ വേഗത്തിൽ എന്റെ തല ഇങ്ങനെ നരച്ച് ഇങ്ങനെ 2-3 മുടിയൊക്കെ നരച്ചിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് ഫുള്ള് നരച്ചു. ലക്ഷങ്ങൾ സാലറി ഉണ്ട്, പക്ഷെ അസ്വസ്ഥമായ ജീവിതമാണ്. കാരണം എന്താണെന്ന് അറിയോ, ആ കമ്പനിയിൽ അറബികൾ കുറെ ഉണ്ട്, ആരും പ്രൊഫഷണൽ. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആ എല്ലാവരുടെ ടാസ്കും കൂടി ആരേറ്റെടുക്കുകയാണ്, ഇവനേറ്റെടുക്കുന്നത്. ഇവനൊരു പാവാണ്, രാവിലെ വന്ന് രാത്രി വരെ കിടന്ന് ഓടണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവരുത്. ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഡീസെൻട്രലൈസേഷൻ എന്നാണ് അതിന് പറയാം. സെൻട്രലൈസ്ഡ് ആകുമ്പോൾ ഇദ്ദേഹം കോടതിയിൽ പോയി സത്യത്തിൽ അത് ഡെലിഗേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. ഇദ്ദേഹം ഡെലിഗേഷൻ നടത്താൻ കഴിയില്ല. അറബ്സിന് പകരമായിട്ട് അറബ്സ് ഡെലിഗേറ്റ് ചെയ്തതാണ് ഇദ്ദേഹത്തിന് ഡെലിഗേഷൻ ചിലപ്പം കൊടുക്കാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഓരോ പാർട്ടുകൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു ബ്രിക്സ് വെക്കുന്നത് പോലെ ആ പ്രൊഫഷണലിസം ഫിനിഷ് ആവും. അതിനാദ്യം ചെയ്യേണ്ടത് എന്താ, നമ്മൾ സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത് സംഭവം ചെയ്യേണ്ടത്. സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. മനസ്സിലായി? പ്രൊഫഷണൽ ലെവലിലാണ് പറയുന്നത്. ഇന്റേണൽ സ്ട്രെങ്ത് വേറെയാണ്, എക്സ്റ്റേണൽ സ്ട്രെങ്ത് വേറെയാണ്. ഇന്റേണൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദയ, കാരുണ്യം, സ്നേഹം, കോപ്പറേറ്റീവ് മെന്റാലിറ്റി, ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി, തിങ്കിങ് സ്ട്രാറ്റജി, അനലിറ്റിക്കൽ റീസണിംഗ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, മെമ്മറി, ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ, ഈ കാര്യങ്ങൾ, മൾട്ടി ലിംഗ്വിസ്റ്റിക് എബിലിറ്റി. ചിലപ്പോൾ ഇംഗ്ലീഷ് മാത്രം മതിയാവില്ല, ചില ആളുകൾ ഡീൽ ചെയ്യാൻ ഹിന്ദി അറിയേണ്ടി വരും, ചില ആളുകൾ ഡീൽ ചെയ്യാൻ അറബി അറിയാം. മറ്റേ ഈ ദുബായ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് മൾട്ടി ലിംഗ്വിസ്റ്റിക്. നിങ്ങൾ UK വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞാൽ മതി. എല്ലാവരും അവിടെ അത്യാവശ്യം ഇംഗ്ലീഷ് ആയിട്ടാണ് വരിക. മനസ്സിലായി? ഫ്രാൻസിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ഫ്രഞ്ച് ആയിട്ട് വന്നാൽ മതി. ബാക്കിയുള്ളവർക്കൊക്കെ ഏകദേശം ഒക്കെ ഫ്രഞ്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മതി. നേരെ ഇവിടെ അങ്ങനെ മൾട്ടി ലിംഗ്വിസ്റ്റിക് സെന്റർ ആണ്. അതുകൊണ്ട് വ്യത്യസ്തമായ ഭാഷകൾ ഉണ്ടാവലും പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ്. മനസ്സിലായോ? അതും നമ്മുടെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് നമ്മുടെ ഇന്റേണൽ സ്ട്രെങ്ത്. ഇന്റേണൽ സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കൂടും. SWOT, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി. നേരെ പോകുന്നത് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ്. നമ്മുടെ സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അവസരങ്ങൾ കൂടും. ദെൻ നമ്മുടെ വീക്ക് പോയിന്റ് ആണ് കൂടുന്നതെങ്കിൽ ത്രെട്ട് കൂടും. ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത തടസ്സങ്ങളാണ്. അത് ചിലപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നാവാം, നമ്മുടെ പ്രശ്നം കൊണ്ട് നമ്മുടെ കമ്പനിക്ക് ഉണ്ടായതാകാം,
അല്ലെങ്കിൽ കലാമിറ്റീസ്, എന്തെങ്കിലുമൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ കാരണമാവാം. ഈ കൊറോണ പോലും എന്താണ്? ത്രെട്ടാണ്. പക്ഷെ ഈ ത്രെട്ടിന്റെ സമയത്ത് എങ്ങനെ ഇതിനെ കൊണ്ടുപോകണം എന്ന ഡൈവേഴ്സിഫിക്കേഷൻ, ഇങ്ങനെ ഒരു കൊറോണയെ നമ്മൾ മുമ്പേ പ്രതീക്ഷിക്കണമായിരുന്നു. ദാറ്റ് ഈസ് പ്രൊഫഷണലിസം. എന്നാണ് ലോകം നാകെ സ്ട്രക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണമായിരുന്നു. ഇനിയിപ്പോ ഒരു രസം കേൾക്കണം നിങ്ങൾക്ക്. ഇപ്പൊ എല്ലാവരും ഇതിലാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും ടോപ്പ് ഗ്ലാക്സോ കമ്പനി ഇപ്പൊ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ഡ്രൈനസിനുള്ള എന്തിനു വേണ്ടിയിട്ടാണ്? മരുന്നിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്കറിയാം 6 വർഷം കഴിഞ്ഞാൽ ഐ ഡ്രൈനസ് മൂലം പല ആൾക്കാരുടെയും ബാലൻസ് പോകുന്നു. കാരണം ഒരു മനുഷ്യൻ 3 മണിക്കൂറിൽ കൂടുതൽ ഈ സാധനത്തിൽ ഇരിക്കാൻ പാടില്ല. അത്ര പ്രൊഫൈലൊന്നും ഒരു മൊബൈലിനില്ല, ഏത് ആപ്പിളായാലും. 3 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കുന്നത് കൊണ്ട് സത്യത്തിൽ അവർക്ക് ഐ ഡ്രൈനസ് വരും. ഐ ഡ്രൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് ചലിക്കുമ്പോഴേക്കും ബാലൻസ് പോകും. അതിന്റെ മരുന്നാണ് ഇപ്പോൾ അവര് എന്താക്കുന്നത്? കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രോഗത്തിന് വേണ്ടി വരെ. ഇപ്പൊ നമ്മൾ ഈ കൊറോണ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അത് ചിലപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തതാന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ജാക്മ എന്ന് പറയുന്ന, ജാക്മയായിരുന്നു ഏഷ്യയിലെ നമ്പർ 1 സമ്പന്നൻ. ജാക്മയെ രണ്ടാമതാക്കിയിട്ട് ഇപ്പൊ ഒരു ചൈനക്കാരൻ കയറി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടീം എന്താ? വെറും ഇത് വാക്സിൻ മാത്രമാണ്. വാക്സിനാണ് ഇവരുടെ കമ്പനി. അങ്ങനെയാണ് ഇതുവരെ 1ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആളെ 2ാം. ഇപ്പൊ ഈ വാക്സിൻ എന്ന് പറയുന്ന സാധനം സത്യത്തിൽ ഇറങ്ങുന്നത് നിങ്ങളൊരു മെഡിക്കൽ സയൻസിലെ ആളുകളോട് ചോദിച്ചു നോക്കിയിട്ട് 2 വർഷം എടുക്കും. പക്ഷേ 2 വർഷം മുമ്പേ ഇതിന്റെ സ്റ്റെപ്പുകൾ എത്തിയിട്ട് ഇറക്കി കഴിഞ്ഞു അദ്ദേഹം. അതുകൊണ്ടാണ് ലോകത്തിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. അത് അവരുടെ ഒരു ക്രൈം സ്ട്രാറ്റജി എന്നാണ് ഇതിന് പറയാം. മനസ്സിലായോ? ഒരു ക്രൈം സ്ട്രാറ്റജിയാണത്. നമുക്ക് നാച്ചുറൽ സ്ട്രാറ്റജിയിലേക്ക് പോകാം. നമുക്ക് നാച്ചുറൽ സ്ട്രാറ്റജി നമുക്ക് അറിയുള്ളൂ, ക്രൈം സ്ട്രാറ്റജി നമുക്ക് വേണ്ട. ആളുകൾക്ക് ഉപദ്രവം ചെയ്യുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു ഒരു വാക്കുണ്ട്. ഒരു ബിസിനസ് നീ തുടങ്ങുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, അത് ദൈവത്തിന് നിരക്കുന്നതായിരിക്കണം, പടച്ചോന് പറ്റിയതാവണം എന്നർത്ഥം. 2, സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം അതുകൊണ്ട് ഉണ്ടാവണം. അപ്പൊ എന്തായാലും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ലല്ലോ. സമൂഹത്തിന് അതുകൊണ്ട് എന്താവണം? പിന്നെ നീ അധ്വാനിക്കുന്ന നിനക്ക് വരുമാനം ഉണ്ടാകണം. ഇത് ശ്രദ്ധിച്ചിട്ട് നീ ബിസിനസ് തുടങ്ങണം. ഇത് പ്രവാചകൻ മറ്റുള്ളവരോട് പറഞ്ഞ വാക്കുകളാണ്. പിന്നെ നമ്മൾ ആ പണി അറിയാതെ നിൽക്കാനും പാടില്ല. അല്ലെങ്കിൽ ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈത്തപ്പഴ കച്ചവടം പെട്ടെന്ന് ആള് തുടങ്ങി. എനിക്ക് ഈ കച്ചവടം അറിയുമെന്ന് ചോദിച്ചു. ഇല്ല, അറിയില്ല, ഞാൻ തുടങ്ങി നോക്കിയതാണെന്ന് പറഞ്ഞു. കൂട്ടാൻ പറഞ്ഞു. 6 മാസം മിസ്അബ് റളിയല്ലാഹുവിന്റെ കൂടെ പോയിട്ട് ഇത് പഠിക്കാൻ പറഞ്ഞു. മിസ്അബ് ഏറ്റവും ശക്തനായിട്ടുള്ള ആളായിരുന്നു, ഈത്തപ്പഴ കച്ചവടക്കാരൻ. ഇവരെ കൂടെ 6 മാസം പഠിപ്പിച്ചിട്ടാണ് ആളെ കൊണ്ട് എന്താക്കിയത്? ഇത് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത്. അപ്പൊ നമ്മൾ അറിയുന്ന ഫീൽഡ് നമ്മൾ അതിൽ വീണ്ടും അപ്ഗ്രേഡേഷൻ നടത്തി അതിനെ പക്കയായിട്ട് പഠിച്ചു. നമ്മൾ ടീമിന്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ട് പോകുന്നുണ്ടാണ്. മനോഹരമായിട്ട് തോന്നി. ഗൂഗിളിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഫ്രണ്ടിൽ തന്നെ കളി ഉണ്ടാക്കുന്നത്. അത് ചിലർ വന്നാൽ വിചാരിക്കുന്നത് എന്താ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കളി, അതൊന്നും ശരിയല്ല എന്നൊക്കെ. പക്ഷെ ഗൂഗിളിന്റെ ഓഫീസിൽ പോയാൽ മതി. ഓഫീസിൽ പോകാനൊന്നും കഴിയില്ല, നമുക്ക് നോക്കി കഴിഞ്ഞാൽ പറ്റും. ദെൻ ബിബിസിയുടെ ഉള്ളിലേക്ക് ഞാൻ BBC പോയിട്ടുണ്ട്. BBCയുടെ പുറത്ത് ഇതേപോലെ കളിയാണ് എല്ലാവർക്കും. കാരണം വാർത്ത വായിക്കുന്നവർക്ക് എല്ലാവർക്കും എന്തുണ്ടാവും? പ്രയാസങ്ങളുണ്ടാവും. BBCയുടെ തൊട്ട് മുമ്പ് തന്നെ കളികളാണ്. അവിടുത്തെ സ്റ്റാഫുകൾ കളിക്കുന്ന ഏരിയ, ചിരിക്കുന്നുണ്ടാവും, കളിക്കുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ കയറുമ്പോ തന്നെ ആ പ്ലഷറായി മാറും. മനസ്സിലായോ? പ്രഷറും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അതൊക്കെ നല്ലതാണ്. പക്ഷേ ആ കളിയിലൂടെ മാത്രം ചിലരെന്ത് ചെയ്യും? കളി മാത്രം അവിടുന്ന് ഫുട്ബോൾ കഴിഞ്ഞ് വന്നതാണ്, ഇവിടെ വന്നപ്പോ ഈ കളിയാണ് എന്നത് മാത്രമായിട്ട് എടുക്കും. ചിലപ്പോൾ നമുക്ക് സ്ട്രെസ് റിലീസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ കളികളൊക്കെ. നമ്മുടെ സ്ട്രെസ് അല്ലാത്ത രീതിയിൽ നമ്മുടെ ടാസ്ക് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിലാക്സേഷൻ. കമ്പനിയിൽ നിന്ന് കുറച്ച് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താവും? ഇവർക്ക് വേണ്ടി സംസാരിക്കല്ലോ, പ്രൊഫഷണലിസം പറയാണ്. അപ്പൊ നമ്മൾ മെല്ലെ എക്സ്ക്യൂസിലേക്ക് പോകും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഈ പ്രഭാഷകരായ ആളുകളുണ്ടല്ലോ, പരിപാടി ഏറ്റി കഴിഞ്ഞാൽ മരിച്ച പോലെ പനി ഉണ്ടെങ്കിൽ പോലും അവരതിലെത്തിയിരിക്കും. കാരണം ക്യാൻസൽ ആക്കാൻ പറ്റൂല. എങ്ങനെ ക്യാൻസൽ ആക്കും? ഞാനൊരു പ്രോഗ്രാം ഏറ്റ് വിചാരിച്ചു, എന്നെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തിയൊരു പരിപാടിയാണെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല പനിയുണ്ട്, ഞാനവിടെ എത്തിയിരിക്കും. എന്താ അധ്യാപകർക്ക് പനിയില്ലാത്തത്? എന്താ ഡോക്ടേഴ്സിന്, ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സിന് പനി വരില്ലല്ലോ? എന്താണെന്നറിയാം? വരാത്തത് കൊണ്ടല്ല, അത് വന്നിട്ട് കിടക്കാൻ പറ്റൂല. അത് വന്നിട്ട് കിടക്കാൻ പറ്റും. ഞങ്ങൾക്കൊന്നും പനി വരാത്തത് കൊണ്ടല്ല, ആ ടൈമിൽ ഞങ്ങളവിടെ എത്തിയിരിക്കണം. കാരണം ഓഡിറ്റോറിയം റെഡി, 2500 ആൾക്കാർ റെഡി, മൈക്ക് ഇതൊക്കെ റെഡി, എല്ലാം റെഡി. പിന്നെ ഞാനവിടെ എത്തിയില്ലെങ്കിൽ ഇതേപോലെ ആയിരിക്കണം നമ്മുടെ കമ്പനി. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് എത്തി ഇവിടെ വന്നിട്ട് പിന്നെയും ഒരു എക്സ്ക്യൂസ് ഉണ്ടാവും. പനി ഉണ്ടാവുമല്ലോ, കൊറോണ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നാട്ടിലേക്ക് ഇത്ര ഭയവിഹ്വലത ഉണ്ടായ സമയത്തും കൊറോണ ഉള്ളവനും ഇല്ലാത്തവനും ഒരു റൂമിൽ കഴിഞ്ഞ സ്ഥലമാണ് ദുബായ്. പേടിയില്ലാതെ. അതുകൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മനസ്സിന്റെ ഒരു ധൈര്യമാണ്. തന്നെയല്ല,
ഇപ്പോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒക്കെ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൂടുതൽ ആൾക്കാരും മരിച്ചത് കൊറോണ കൊണ്ടല്ല, ഭയം കൊണ്ടാണ്. മനസ്സിലായി? ആ ഭയപ്പാട് മാറ്റിക്കൊണ്ട് വേണം നമ്മൾ പോകാൻ. അപ്പൊ ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്ക് നമ്മൾ ലീവ് എടുക്കുക, ആണുങ്ങൾ എടുക്കുന്നു എന്നല്ല, അതൊന്നും ഒരു പ്രൊഫഷണലിസത്തിന്റെ ഭാഗമല്ല, അതിന്റെ ഭാഗമേ അല്ല. അതാരായിരുന്നാലും മനസ്സിലായോ, നമ്മൾ എന്താക്കാൻ പാടില്ല. കാരണം നമുക്ക് ആ ടാസ്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അതിലടക്കം നമുക്ക് ലീവ് തരുന്നുണ്ട്. ഇനിയിപ്പോ സർക്കാർ ഉണ്ടല്ലോ 2 ദിവസത്തെ ലീവ് നമുക്ക് തരാൻ പോകും. അടുത്ത 1-ാം തീയതി മുതൽ ശനിയും ഞായറും എന്താണ് ലീവാണെന്ന് പറയുന്നു. റൈറ്റ്, അവർ ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആകെ 5 ദിവസമല്ലേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബിസിനസ്സുകാർ എത്ര ദിവസം വർക്ക് ചെയ്യുമെന്ന് അറിയാം? ശരിക്കും ഇതിന്റെ ബിസിനസ് ഓണേഴ്സ് എത്ര ദിവസം വർക്ക് ചെയ്യുമെന്ന് അറിയാം? ഫുൾ ടൈമാണ്. അതായത് ആദ്യമേ പറഞ്ഞത് ബിസിനസ്, ബിസിനെസ്, എ മാൻ വിത്ത് ബിസി. ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെ ഒരു നെറ്റിക്കൊരു ചുളിവുണ്ടാവും. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് നല്ല നെറ്റിയൊക്കെ നല്ല നേർന്ന് നല്ല ഉഷാറായിട്ടുണ്ടാവും. കാര്യം ഈ നെറ്റി ചുളിഞ്ഞത് മുഴുവനും ഇങ്ങനെ ഒരു ദൂരേക്ക് ഒരു നോക്കാണ്. കാരണം അയാൾ ഇവിടെ ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും ഇങ്ങനെ കിടക്കുകയാണ്, ഇതൊക്കെ പോകുന്നുള്ള ടെൻഷനാണ്. മനസ്സിലായോ? അപ്പൊ സത്യത്തിൽ അതിന്റെ നമ്മൾ ബോസ് എന്ന് വിളിക്കുമ്പോൾ നല്ല രസമാണ്, നീല കോട്ടിട്ട് വരുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കൂളായ മൈൻഡ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു ഭീതി അവിടെ ഉണ്ടാവും. കാരണം നിങ്ങൾ ചെയ്യുന്നത് സർവീസാണ്, ഇത് കമ്മോഡിറ്റി പ്രൊഡക്റ്റ് അല്ല. കമ്മോഡിറ്റി പ്രൊഡക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി വേണ്ടാവും. കാരണം അത് ഗോഡൗണിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ സാധനം എത്തിച്ചു കുറച്ചൊന്ന് സർവീസിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ഷമയില്ലാത്ത ആൾക്കാരൊക്കെയാണ് കയറി വരിക. അപ്പൊ അവരെ ഡീൽ ചെയ്യാൻ നമ്മളൊരു ടീമായിട്ട് നിൽക്കേണ്ടി വരും. അതൊരാൾക്ക് മാത്രം വിട്ടുകൊടുത്താൽ 32-ാം വയസ്സിൽ തന്നെ നിരക്കലുള്ളൂ. ഉദാഹരണം പറഞ്ഞതാണ്. അത് അങ്ങനെ ഡീൽ ചെയ്യുക. അപ്പൊ എല്ലാവരും കൂടി എന്ത് ചെയ്യണം? ആ നിരയെ ഏറ്റെടുക്കണം. തമാശ പറയുമ്പോൾ തോന്നുന്നു, ചില ഫാക്ടുകൾ പറയാം. അതിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാവും, ഓരോ നിമിത്തങ്ങളുണ്ടാവും. മനസ്സിലായോ? മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുകയുന്ന സമയത്ത് അറിയാതെ നമ്മുടെ ലൈഫ് ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും. അതിനെ ഷെയർ ചെയ്യാൻ പറ്റും. ആ ഷെയർ ചെയ്യുന്നതിന്റെ ഭാഗമാണ് സത്യത്തിൽ എന്ത്? നമ്മുടെ ലക്ഷ്യത്തിനെ ഡീസെൻട്രലൈസ് ചെയ്യുക. ആ ഡീസെൻട്രലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രൊഫഷണലിസം എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധനം കൂടിയുണ്ട്. സാധാരണ ഞാൻ ഈ അടുത്തിടെ ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ഒരു കോഴ്സ് ചെയ്തിരുന്നു. ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ ലേണിംഗ് ലീഡേഴ്സ് ആണ് കോഴ്സിന്റെ പേര്. അതിലാണ് ഞാൻ പഠിച്ചത്. പ്രൊഫഷണലിസം അല്ല, അതിലും വലിയൊരു സാധനം ഉണ്ട് എന്ന് പഠിച്ചത് അപ്പോഴാണ്. ഇതുവരെ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറഞ്ഞു നടന്നിരുന്നു. അതിൻ്റെ ടോപ്പിക് എന്താണ്? ഹൗ ടു ഡെവലപ്പ് പ്രൊഫഷണലിസം എന്നാണ് കേട്ടോ. അതിന് മുകളിൽ ഒരു സാധനമാണ് വർക്ക്, പ്രൊഫഷണലിസം, പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള സാധനമാണെന്ത്? പർപ്പസ് ഓറിയന്റഡ് മൈൻഡ് സെറ്റ്. നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ആക്കി മാറ്റുക. മനസ്സിലായോ? നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുക എന്നതിനുമപ്പുറം ഒരുപാട് ആളുകളെ സംരക്ഷിക്കുന്നു, അവരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഉയരങ്ങളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ണ് നിറയലുണ്ട്. ദാറ്റ് ഈസ് പർപ്പസ് ഓറിയന്റഡ്. ഏതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ 15-ാമത്തെ വയസ്സിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശുന്ന സമയത്ത് 15 വയസ്സ് തുടങ്ങിയതാണ്. ഓരോ സിക്സർ ബൈക്കുകളും ഗാലറിയുടെ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കും തന്റെ കോച്ചിലേക്ക്. 15 വയസ്സിൽ ഇവിടെ എത്തിച്ച തന്റെ കോച്ച്. ദാറ്റ് ഈസ് പർപ്പസ്ഫുൾനെസ്. പി ടി ഉഷ ഇങ്ങനെ ഓടാൻ പി ടി ഉഷ പറയുന്നുണ്ട്, തളർന്ന് നിൽക്കുകയാണ്. കാരണം ജയിക്കൂല എന്ന് ഉറപ്പായി. ആദ്യത്തെ 2 ഫെയിലിയറായി, 3-ാമത്തത് പാസ്സാവുമെന്ന് ഉറപ്പില്ല. ഇതിൽ പാസ്സായിട്ടില്ലെങ്കിൽ പിന്നെ എന്തില്ല, പോയി വെള്ളിയിലേക്ക് പോവാ. സ്വർണം കിട്ടിയില്ല, വെള്ളിയെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ച് പോവാണ്. ആ സമയത്ത് ഇങ്ങനെ നിൽക്കാം, മനസ്സ് മുഴുവൻ പതറി. പി ടി ഉഷ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്പ്യാരായിരുന്നല്ലോ കോച്ച്, അടുത്ത് മരിച്ചുപോയി. നമ്പ്യാർ സാറ് ചെവിയിൽ ഇങ്ങനെ ഭയങ്കര ഗദ്ഗതം പോലെ പറഞ്ഞത്ര, ഉഷ നീ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ബൂട്ട് അഡിഡാസിന്റെ ബൂട്ടല്ല, ഇന്ത്യയുടെ മാപ്പാണ്. ഒരൊറ്റ വരി. മനസ്സിലായോ? ഉഷ നീ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ബൂട്ട് അഡിഡാസിന്റെ ബൂട്ടല്ല, അത് ഇന്ത്യയുടെ മാപ്പാണ്. അതിലെനിക്കൊരു എനർജി ഇങ്ങനെ കയറില്ല. പി ടി ഉഷ പറയും ഇന്ത്യയുടെ മാപ്പ്. അങ്ങനെയാണ് ഓടിയതും അതിൽ വിജയിച്ചതും. മനസ്സിലായോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡ്രൈവ് ആയിരിക്കണം നമുക്ക് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് പർപ്പസ്. എന്താ പി ടി ഉഷയുടെ പർപ്പസ് എന്തായിരുന്നു? എനിക്ക് ജയിക്കുക, അതിലൂടെ വെള്ളി കിട്ടുക എന്നതല്ല, എന്നിലൂടെ ഇന്ത്യ ഉയരുക എന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ 15-ാമത്തെ വയസ്സിൽ ബാറ്റ് വീശിയത് എന്തിനാണ്? താൻ വിജയിക്കുക എന്ന പ്രൊഫഷണലിസം അല്ല ഉണ്ടായത്, തന്നിലൂടെ തന്റെ രാജ്യം വിജയിക്കുക എന്നത്. മനസ്സിലായോ? മെസ്സി 7-ാമത്തെ തവണയും ഇത് വാങ്ങിയത് എന്തിനാണ്?
താൻ വലിയ ആളാവുക എന്നതല്ല, തൻ്റെ അർജന്റീന എന്ന് അല്ലെങ്കിൽ തൻ്റെ ക്ലബ്ബ് ഏത് ക്ലബ്ബാണോ കളിക്കുന്ന ആ ക്ലബിന്റെ വളർച്ചയാണ്. പർപ്പസ്ഫുൾനെസ്സിലൂടെ പോയവരാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മുടെ പർപ്പസ് ആണ് എന്ത്, ആളുകൾക്ക് നല്ല അതിന് നമുക്ക് ഫ്രണ്ട് സ്പീക്കിംഗ് കപ്പാസിറ്റി വേണം, നന്നായിട്ട് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞ് വാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ വാക്ക്? VAK. വാക്ക് എന്ന് പറഞ്ഞാൽ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. 3 ടൈപ്പ് ആൾക്കാർ ഇവിടെ വരിക. ചില ആൾക്കാർ വിഷ്വൽ ആയിരിക്കും, ഇതൊക്കെ കണ്ട് ഇംപ്രസീവ് ആവും, നല്ല ഓഫീസ്, നല്ല ആൾക്കാർ, നല്ല ഉഷാർ, അതാണ് വിഷ്വൽസ്. ചില ആൾക്കാർ ഓഡിറ്ററി ആയിരിക്കും, നിങ്ങൾ വിശദീകരിക്കുന്ന വിശദീകരണം കേട്ടാൽ അവർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇതിലൊന്നും ഇംപ്രസീവ് ആവില്ല, നിങ്ങളുടെ സെറ്റപ്പിലൊന്നും എന്താവില്ല, ഇംപ്രസീവ് ആവില്ല. അതാണ് എന്ത്, ഓഡിറ്ററി. കാര്യം വിശദമായിട്ട് കേൾക്കണം, അതിന് വിശദമായിട്ട് ഇരുന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ഓരോ ഇതും ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ, ബ്രിഡ്ജിങ്, സബ്ജക്ട് മാറ്റർ, കൺക്ലൂഷൻ വിത്ത് മെസ്സേജ്, ഈ 4 എണ്ണം നമ്മളെ സംസാരത്തിൽ ഉണ്ടാവണം. നമ്മളെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. എന്നിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇൻട്രൊഡക്ഷൻ കുറേ നീട്ടരുത്, ഞങ്ങൾ ആനയാണ്, ചേനയാണ്, ചക്കരയാണെന്നൊന്നും പറയരുത്. ഞങ്ങൾ ഇത്ര കമ്പനികൾക്ക് കൊടുത്തു ഇൻട്രൊഡക്ഷൻ. അപ്പൊ അയാൾക്ക് എന്തായാലും ഒരു ഇതായി അതിന്റെ ഇതൊക്കെ വെച്ചു കൊടുത്താൽ ഞങ്ങൾ ഇത്ര കമ്പനികൾക്ക് കൊടുത്തു. ഇനി ബ്രിഡ്ജിങ്, അദ്ദേഹത്തിന്റെ വിഷയത്തിലേക്ക് നമുക്ക് വരണം. ആ വിഷയത്തിലേക്ക് വരുന്ന ഒരു ബ്രിഡ്ജിങ്, ഒരു പാലമാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശം. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ചിട്ട് എന്താക്കണം, അറിയാം. സമയം വരുന്നുണ്ടോ? പറയണം. ഉദ്ദേശത്തെ കുറിച്ച് അറിയണം, അത് പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ്. നമ്പർ 3 എന്താണ്, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ സബ്ജക്ട് മാറ്ററാണ്. അയാൾക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ അനാലിസിസ്. അതോ നിങ്ങളെ ഏൽപ്പിച്ച പണി നിങ്ങൾ ചെയ്താൽ മതി, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം, എന്നിട്ട് അത് വിശദീകരിച്ചു കൊടുക്കണം. ദെൻ കൺക്ലൂഷൻ വിത്ത് മെസ്സേജ്, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുമെന്ന് കൺക്ലൂഷൻ. ഇത് 4ഉം അതിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഓഡിറ്ററി പേഴ്സണാലിറ്റി എന്തായി, സാറ്റിസ്ഫൈഡ്. ഓഡിറ്ററി പേഴ്സൺ, ഇപ്പൊ മൂപ്പര് ഓഡിറ്ററിയാണ്, മനസ്സിലായി. മൂപ്പരോട് കുറെ നിങ്ങൾക്ക് അറിയാലോ അനുഭവം, മൂപ്പരോട് കുറെ വിശദീകരിച്ചാലേ മൂപ്പർക്ക് എന്താവുള്ളൂ, സാറ്റിസ്ഫൈഡ് ആവും. മനസ്സിലായി. ഞാൻ ചിലപ്പം കുറച്ചും കൂടി അനലൈസ് ചെയ്യാനുള്ള ഇത് എനിക്ക് ഉണ്ടാവാം, എന്തെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇപ്പോൾ കണ്ടാൽ തന്നെ ഏകദേശം പിടുത്തം കിട്ടിട്ട് എങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിഷ്വലാണ്, ഞാൻ വിഷ്വൽ പേഴ്സണാലിറ്റി. എന്റെ സംസാരം പോലും വിഷ്വലായിട്ടാണ് പോയി. ഇതല്ല പറഞ്ഞു പ്രസംഗം, ഞാൻ അങ്ങനെ രംഗം കണ്ടുകൊണ്ടാണ് പ്രസംഗിക്കുക, മനസ്സിലായ. വിഷ്വൽ പിന്നെ ഒറേറ്റേഴ്സ് ഭയങ്കരമായിട്ട് സക്സസ് ആവും. ഞാൻ സക്സസ് ആയി എന്ന് പറയാൻ പറ്റില്ല. വിഷ്വൽ അതിൽ ഏറ്റവും നമ്പർ 1 സമദാനി സാഹിബ് ഇങ്ങനെ പിക്ചർ കണ്ടുകൊണ്ടാണ് നമ്മളോട് പ്രഭാഷണം നടത്തുന്നത്. മുമ്പത് ആദ്യം മനസ്സിൽ കാണുന്നുണ്ട്, അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുക. വിഷ്വൽ പേഴ്സണാലിറ്റീസ് എപ്പോഴും എന്താവും, തന്റെ കാര്യങ്ങൾ മുന്നിൽ കാണും, ഇയാളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. സംഭവം എന്തായിരിക്കും, ഒരു സാധനം ഒപ്പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിലേക്ക് വേണ്ടി വന്നതായിരിക്കും. പക്ഷെ ആ കമ്പനി തുടങ്ങിയത്, ആ കമ്പനിന്റെ ഓഫീസ്, അതിൽ നിങ്ങൾ ഇൻക്ലൂഡ് ആകുന്നത്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും അതിൽ ഉണ്ടായി. അപ്പൊ ഓഡിറ്റർ. ചില ആളുകൾ കിനസ്തെറ്റിക്, അപ്പോ കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനനുസരിച്ച് ശരീരം പോകുന്നതിനെയാണ് കിനസ്തെറ്റിക് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനനുസരിച്ച് ഫുട്ബോളേഴ്സ് ഒക്കെ കിനസ്തെറ്റിക് ആണ്, മെസ്സി കിനസ്തെറ്റിക് ആണ്, നെയ്മർ കിനസ്തെറ്റിക് ആണ്. അതേപോലെ ഒരു മനുഷ്യന്റെ അയാളുടെ ഇമോഷനും നമ്മുടെ ഇമോഷനും കൂടി ഒരേപോലെ ആകുന്ന നമ്മുടെ ആ ഒരു റാപ്പോ ഉണ്ടല്ലോ, റാപ്പോ എന്നാണ് അതിന് പറയുക, അതാണ് കിനസ്തെറ്റിക്. നിങ്ങൾ ഇവിടെ ഓഫീസിൽ കയറി വരുന്ന 100 പേരുണ്ടെങ്കിൽ, 100 പേര് ഒരു ദിവസം 10 പേരെന്ന് വിചാരിച്ചു, 10 ക്ലയന്റ് വരുന്നുണ്ടെങ്കിൽ അതിൽ 6 പേര് എന്താണ്, ഓഡിറ്ററിയാണ്. അങ്ങനെയാണ് അതിന്റെ റേഷ്യോ. 3 പേര് എന്താണ്, വിഷ്വലാണ്. ഒരാൾ എന്താണ്, കിനസ്തെറ്റിക് ആണ്. കിനസ്തെറ്റിക് ആയ ആൾ എപ്പോഴും നിങ്ങളിട്ട് ഭയങ്കര ബന്ധമായിരിക്കും. നമ്മളൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ വരും, ഉഷാറാവും, ചായ കുടിച്ച് പോകും. നിങ്ങളാ ടീ ഉണ്ടല്ലോ, അതുപോലെ ഒരു കിനസ്തെറ്റിക് ടീ ആണ്, മറക്കാൻ പറ്റാത്ത ഒരു ചായ, മനസ്സിലായ. അങ്ങനെ സത്യത്തിൽ എല്ലാവർക്കും ഒരു കിനസ്തെറ്റിക് ഫീലിംഗ് ഉണ്ടാക്കണം. അവര് നമുക്ക് നമ്മുടെ ക്ലയന്റ് ആയാലും ശരി, ഇല്ലെങ്കിലും ശരി, മനസ്സിലായോ. ഒന്നുമില്ലെങ്കിലും ശരി, നമ്മുടെ ഒരു വെൽവിഷർ ആവണം, നമ്മളോട് വലിയ സ്നേഹബന്ധം ഉണ്ടാവണം. അല്ലാതെ നമുക്ക് തന്നില്ല, നമുക്ക് ഇവിടെ കേസ് തന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ചായക്കടയിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ മുഖം തിരിച്ച് അങ്ങനൊന്നും ആകാൻ പാടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്.
കിനസ്തെറ്റിക് ആയിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്. നമുക്ക് എന്തുകൊണ്ട് ഒരാളുടെ സങ്കടം കേൾക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, അടുത്തൊക്കെ ഇങ്ങനെ എന്നെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞാൽ നാളെ 2 കുട്ടികളുടെ ഇതിങ്ങനെ പിടിച്ചിട്ട് അമ്മ കരയുന്നതൊക്കെ കാണും. അത് കാണുമ്പോൾ നമ്മളെ കണ്ണറിയാതെ നിറയുന്നത് കിനസ്തെറ്റിക് ആണ്. അത് നമ്മളാണെന്നൊരു തോന്നലാണ്, ഞാനാണെന്നൊരു തോന്നലാണ്. നമ്മൾ കിനസ്തെറ്റിക് ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയാം. പ്രൊഫഷണലിസത്തിൽ ഏറ്റവും ടോപ്പായി കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു തെരുവില് ഒരു പാവം അമ്മ അങ്ങനെ കാലിൽ മുട്ടിയിട്ട് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ താത്തിയിട്ട് നമ്മളെല്ലാം നോക്കാനുള്ള 1 ദിർഹം നമ്മൾ നോക്കും, 50 ഫിൽസ് ഉണ്ടോ നോക്കും, ഇതൊക്കെ നമ്മൾ നോക്കുക. നേരെ മറിച്ചിട്ട് നമ്മൾ പ്രയാസമാണെങ്കിൽ ഒരു 10 ദിർഹം കൊടുക്കുക എന്ന് കണ്ടാൽ ആ സാരിക്കുള്ളിൽ അല്ലെങ്കിൽ ആ പർദ്ദക്കുള്ളിൽ തന്റെ ഉമ്മയെ കാണുമ്പോഴാണ് നമ്മൾ കിനസ്തെറ്റിക് ആവുന്നത്. മോനെ വല്ലതും തരണേന്ന് പറയുമ്പോൾ നമ്മുടെ ഉമ്മനെ ഇങ്ങനെ സങ്കല്പിക്കുക, നാട്ടിലുള്ള നമ്മുടെ ഉമ്മയെ, ഏതോ തെരുവിൽ നിന്നിട്ട് ഇങ്ങനെ യാചിക്കുന്ന അമ്മയെ. അപ്പൊ നമ്മളെ മനസ്സിലൊന്നും നിറയും, കണ്ണൊന്നും നിറയും. ദാറ്റ് ഈസ് കിനസ്തെറ്റിക്. നമ്മുടെ ക്ലയൻസ് ഒക്കെ ഈ കിനസ്തെറ്റിക് ലെവലിലൂടെ വരണം. മനസ്സിലായ? അവരെ കൈകൊടുത്ത് ഉഷാറാക്കി, എന്നിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഈ സർവീസ് ആണല്ലോ, നമ്മൾ പ്രോഫിറ്റ് അതൊക്കെ പോകണം. അല്ലെങ്കിൽ ഇത് നടന്നു പോകില്ല. ഇത്രയും ഏരിയ, ഇത്രയും റെന്റ്, ഇത്രയും ആളുകളുടെ സാലറി, അതൊക്കെ അത് അങ്ങനെ തന്നെ നടക്കണം. പക്ഷെ അയാൾ എങ്ങനെയെങ്കിലും സക്സസ് ആവണം എന്ന ഒരു മോട്ടോ നമുക്കുണ്ടാവണം. മനസ്സിലായോ? ആ കിനസ്തെറ്റിക് മൂഡ് വെസ്റ്റേണിലൊക്കെ എഡ്യൂക്കേഷനിലുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു സാഹിബിനോട് ഇത് ചോദിച്ചാലേ അയാൾ കാറ് കയറ്റിയിട്ട് കൊണ്ടുപോയിട്ട് സ്ഥലം കാണിച്ചു. മനസ്സിലായോ? അതങ്ങനെയാണ്. ഒരു ചെറിയ കുട്ടി എന്തെങ്കിലും ചോദിച്ചാല് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും കൊടുത്തിരിക്കും. കാരണം ഒരു കിനസ്തെറ്റിക് മൂഡുണ്ട്. അത് എഡ്യൂക്കേഷൻ, അവരുടെ എഡ്യൂക്കേഷനിലുള്ളതാണ്. നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. മനസ്സിലായോ? അവിടെ നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. നമ്മളെ കുട്ടികളെ കാണുമ്പോഴുള്ള കരുണ പോലെ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസ് അവർ നമ്മളാൽ കബളിക്കപ്പെടരുത്, അല്ലെങ്കിൽ അവരാൽ നമ്മൾ കബളിപ്പിക്കപ്പെടരുത്. അവർ നമ്മളെയും പറ്റിക്കുമോ നോക്കണം. അതുകൊണ്ട് കിനസ്തെറ്റിക് മൂഡ് പ്രൊഫഷണലിസത്തിന്റെ ഒരു ഭാഗമാണ്. മനസ്സിലായോ? അപ്പൊ വാഗ്ദാനങ്ങൾ കൊടുക്കരുത്, പക്ഷെ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കണം. ആ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളിവിടെ വന്ന ക്ലയന്റ് ആണെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ചില ഭയങ്കര ചൊറ കേസുകൾ ഉണ്ടാവും, അതൊന്നും നമ്മൾ എന്റർടൈൻ ചെയ്യണ്ട. പക്ഷെ അയാൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ലീഗലി അറിഞ്ഞുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് സർവീസിനും അപ്പുറത്തുള്ള കാര്യം. അപ്പൊ എന്തായി, നമ്മളൊരു ഫാമിലി മെമ്പറായി. അത് നിങ്ങളെല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇത്രയും പേരോട് ഇരിക്കുന്നില്ലേ, 10-15 പേര്. ഈ 15 പേരും ഈ 3 മൂഡിലായിരിക്കുന്നത്. ചിലർ വിഷ്വലായിരിക്കും, ചിലർ ഓഡിറ്ററി ആയിരിക്കും, ചിലർ കിനസ്തെറ്റിക് ആയിരിക്കും. ഇപ്പോ ഞാൻ ആദ്യം സംസാരിച്ച് തുടങ്ങിയപ്പോ, ഞാൻ ട്രെയിനിങ്ങിന് ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ഇത് കൊടുത്തിട്ട് ഞാൻ ആരൊക്കെ കിനസ്തെറ്റിക്, ആരൊക്കെ വിഷ്വൽ, ആരൊക്കെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു ദിവസത്തെ ട്രെയിനിങ് ആണെങ്കിൽ. അപ്പോ ഇതില് 2-3 ആൾക്കാര് ആദ്യത്തിലൊരു ഇങ്ങനെ ഒരു മൂഡില്ലാതിരുന്നു. കാരണം അവർ ഓഡിറ്ററിയാണ്, അവർ കുറച്ച് കേൾക്കണ മൂഡിക്ക് വരാൻ. മനസ്സിലായോ? വിഷ്വലായ ആൾക്കാർ എന്ത് ചെയ്യും, അപ്പിയറൻസിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കും. കിനസ്തെറ്റിക് ആയ ആൾക്കാർ എന്ത് ചെയ്യും, അത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി സങ്കടവും സ്നേഹവും അനുകമ്പയും ഒക്കെ വരും. അപ്പൊ ഈ കിനസ്തെറ്റിക് സെൻസ്, ഇപ്പൊ നിങ്ങൾ ലോകത്തിൽ കാണുന്ന എല്ലാ അതിസമ്പന്നരായ ആളുകൾ കിനസ്തെറ്റിക് മൂഡിലാണ് പോണത്. എന്തിനാ യൂസഫ് അലിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് പോയിട്ട് അവിടെ 1 കോടി, ഇവിടെ 5 കോടി, അവിടെ പാവങ്ങൾക്ക് പൈസ കൊടുക്കണം എന്തിനാന്നറിയാം? ഇവരും പേരിനല്ല. ഇനി അയാൾക്ക് ഇങ്ങനെ പേര് കൂടാനൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം മാക്സിമം ലെവൽ ലൈഫിനില്ലേ. ഇനിയിപ്പോ എന്തിനാ അവിടെ 5 കോടി, ഇവിടെ 4 കോടി ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ട്? ഈ ഒരു കിനസ്തെറ്റിക് മൂഡ്. ഇപ്പൊ ഭരത് മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാല് തങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ വരുമ്പോഴേക്ക് അത് ഏറ്റെടുത്തായിട്ട് ചെയ്തു കൊടുക്കുന്നത് കിനസ്തെറ്റിക് മൂഡ് ഉണ്ടായിരുന്നു. അത് ഞാനാണെന്ന ഭാവമാണ്. അതിന് എംപതറ്റിക് എന്നാണ് പറയുക. പ്രൊഫഷണലിസത്തിൽ വലിയൊരു ഭാഗം എംപതി. നിങ്ങൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? UK-ല് ഒരു പൂച്ചക്കച്ച ക്യാറ്റ് ഷോപ്പില്, പണ്ടൊന്നും നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മുടെ നാട്ടിൽ മുഴുവൻ ക്യാറ്റ് ഷോപ്പാണ്. അപ്പൊ ക്യാറ്റ് ഷോപ്പ് പോയിട്ട് എന്ത് ചെയ്തു, വില ചോദിക്കണം ഓരോന്ന്. അപ്പോൾ ഒരു പൂച്ചക്ക് എന്ത് വില, ഒരു ക്യാറ്റിന്റെ വില 50 പൗണ്ട്, മൊത്തത്തിന് 70 പൗണ്ട്, ഏറ്റവും ടോപ്പ് 100 പൗണ്ടാണ്. അപ്പൊ ദൂരേക്ക് നോക്കുമ്പോഴുണ്ട് അവിടെ എങ്ങനെ എന്ത് ഒരു പൂച്ച, അങ്ങനെ കാലൊടിഞ്ഞ പൂച്ചയാണ്. അപ്പൊ ഈ കടക്കാരനോട് ചോദിക്കാണ്, അതെന്താ അവിടെ ഒരു പൂച്ച, അത് കാലൊടിഞ്ഞ പൂച്ചയാണ്, അതിനെന്താ വില എന്ന കുട്ടി ചോദിക്കണം. ആ സമയത്ത് പറഞ്ഞാൽ അതിന് വില വേണ്ട, നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. ഇത് ആരെങ്കിലും കൊണ്ടുപോകാൻ വെച്ചതാണ്, ഇല്ലെങ്കിൽ ചാക്കിൽ കെട്ടിയിട്ട്, സാക്ക് തന്നെയാണ് ഇംഗ്ലീഷിൽ ചാക്കിനും പറയാം, സാക്കിൽ കെട്ടിയിട്ട് എന്താവും, നമ്മൾ കളയും, കയറത്താന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ നടന്നു ചെന്ന് ആ പൂച്ചയെടുത്ത് എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇതിലേറ്റവും കൂടുതൽ വില ഏത് പൂച്ചക്കാന്ന് ചോദിച്ചു. അപ്പൊ 100 പൗണ്ടിന്റെ പൂച്ചയാണ്. അപ്പൊ 120 പൗണ്ട് എടുത്തിട്ട് കൊടുക്കണം, വെച്ചോളൂ എന്ന് പറയാം. അല്ലെങ്കിൽ കടക്കാൻ ചോദിക്കാൻ, മോനെ നീ വെറുതെ കൊണ്ടുപോയിക്കോ, എന്തിനാ 120 തരുന്നേ? ആ സമയത്ത് അവന്റെ പാൻറ് ഇങ്ങനെ
പാൻസിൻ്റെ ഒരു ഭാഗം തന്നെ ഒന്നിച്ചു കൊടുക്കുക. അവനൊരു കാലില്ല. അതുകൊണ്ട് സമൂഹത്തിൽ, മനുഷ്യ സമൂഹത്തിൽ കാലില്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടതുപോലെ പൂച്ച സമൂഹത്തിൽ കാലില്ലാത്തത് കൊണ്ട് ഈ പൂച്ചയും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന ആ തോന്നൽ, ദാറ്റ് ഈസ് എന്ത് എമ്പതി, സോറി അത് എമ്പതറ്റിക്, സിമ്പതി അല്ല, അത് എമ്പതി, ഞാനാണെന്ന തോന്നല്. അപ്പൊ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഇത് ഞാനാണ്. അപ്പൊ എന്താവും എന്ന് പറഞ്ഞാല്, ഇപ്പോ ഈ കെയ്സൺ തിയറി എന്ന് പറയുന്ന തിയറിയാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് തിയറി ബിസിനസ്സിൽ. അതാണ് ടൊയോട്ട അത്ര സക്സസ് ആവാൻ കാരണം. ടൊയോട്ട കമ്പനി കെയ്സൺ തിയറിയാണ് കൊണ്ടുപോകുന്നത്. കെയ്സൺ തിയറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ബോസുകളെ കൂടെ കളിക്കുന്നു ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്, ദാറ്റ് ഇസ് കെയ്സൺ തിയറി. എന്നാൽ ചിലയിടത്തൊക്കെ ബോസായിട്ടിരിക്കും, നമ്മളെ കൂട്ടത്തിലേക്കൊന്നും വരില്ല. ബോസിന്റെ സെക്രട്ടറിയെ കണ്ടിട്ട് വേണ്ടി വരും നമുക്ക് ബോസിനെ കാണാൻ. ചില ആൾക്കാർക്ക് ബോസിനെ കാണൽ എന്താണെന്ന് അറിയോ, നാട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് വിഷ് ചെയ്യാൻ മാത്രം ഗ്ലാസ്സിലൂടെ എങ്ങനെ ആക്കാം. അങ്ങനത്തെ ബോസുമാരുണ്ട് ഈ ദുബായിൽ ഇഷ്ടം പോലെ, മനസ്സിലായോ? അതൊക്കെ ഒരു ബോസി ടൈപ്പാണ്. അതല്ല ശരിക്കും വേണ്ടി കെയ്സൺ തിയറി എന്ന് പറഞ്ഞാൽ, സ്വീപ്പർ ആയിട്ടുള്ള ആളുണ്ടല്ലോ, ഇങ്ങനെ അടിച്ചു വാരുന്ന പാവം ഒരു ലേഡി, വയസ്സായ ആളായിരിക്കും. ആളെങ്ങനെ ഒരു ദിവസം ബോസിന്റെ റൂമിൽ കയറി, അപ്പൊ നല്ലൊരു ചെയർ ഇരിക്കുന്നു. അപ്പൊ അവൾക്ക് തോന്നുകയാണെന്ത്, ഇതൊന്നും ഇരുന്നാൽ തിരക്കടില്ല. അതിലിരിക്കുന്ന ആളുകൾക്ക് പേടിയാണ്, കാരണം ബോസിന്റെ ചെയറാണ്. അങ്ങനെ സ്വീപ്പർ എന്ത് ചെയ്യാണ്, ആ മോപ്പും കൈ പിടിച്ചുകൊണ്ട് ആ കസേരയിലൊന്നും ഇങ്ങനെ ഇരുന്ന്. ആ സമയത്താണ് ബാക്ക് ഡോർ മെല്ലെ തുറന്നിട്ട് ബോസ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അവള് ഭയങ്കര ഉഷാറായിട്ട് ഇരിക്കുകയാണ്, നല്ല ക്ലോസ് ചെയ്യാം, എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയിരിക്കുക. കുറച്ച് സമയം ആൾ അവിടെ ഇരിക്കട്ടെ. ദാറ്റ് ഈസ് കെയ്സൺ തിയറി. കാരണം ഈ സ്വീപ്പർക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ചെയറിൽ ഇരിക്കാൻ പറ്റില്ല. അത് എൻ്റെ ചെയറിലായാൽ അത്രയും നല്ലത്, മനസ്സിലായോ? അതാണ് എന്ത് കെയ്സൺ തിയറി. ഈ അറബ്സിനൊരു സ്വഭാവമുണ്ട്. നമ്മുടെ ഈ പുറത്തൊക്കെ ഇങ്ങനെ സായിപ്പന്മാർ ഇതൊക്കെ പറയും, അവിടുന്നൊരു നയാ പൈസ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവര് കിച്ചണിലുള്ള ആൾക്കാരെ വരെ എന്താക്കും, തടികയിലേക്ക് വിരുത്തി വെച്ചിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ലോകത്തിൽ എവിടെയും ഇത് കാണില്ല നമുക്ക്. കെയ്സൺ തിയറിയുടെ വേറൊരു ഭാഗമാണ്, മനസ്സിലായോ? അത് ഇസ്ലാമികപരമായാലും മതപരമായാലും മൂല്യത്തിൽ നിന്ന് അവർക്ക് കിട്ടിയതാവാം, എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ അവർക്ക് ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കെയ്സൺ തിയറി ഇവിടെ വരുന്ന ആൾക്കാരോടുണ്ടാവണം, നമുക്ക് നമ്മളോടുണ്ടാവണം, മനസ്സിലായോ? അതാണ് ഒരു രസം. നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാർ വീട്ടിലേക്ക് ഒരു കല്യാണം പറയാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട ആൾ വരുമ്പോൾ മെല്ലെ വന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകും. എന്നിട്ട് ഉമ്മനോട് പറയുന്നത്, ആരോ വന്നിട്ടുണ്ട് നോക്കിക്കൊടുക്കുക. എന്നിട്ട് അവനിങ്ങനെ മൊബൈലിൽ കളിച്ചിരിക്കും. പക്ഷെ അവനെല്ലാം കേസിൻ്റെ ആൾ വാതിൽ തുറന്നിട്ട് ഇക്കാൽ കയറി കൂട്ടോ എന്ന് പറഞ്ഞു അയാളെ കയറ്റിയിരുത്തി. എന്നിട്ട് നേരെ അകത്തേക്ക് ഉമ്മ ഒരു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അമ്മനെ വിളിക്കാട്ടോ എന്ന് അവിടെയും പറഞ്ഞു. ആ ഒരു ഡീലിംഗ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് കേസ്. ആ കല്യാണം പറയാൻ വന്നവർക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും, മനസ്സിലായോ? അതാണ് കുട്ടികൾ ചെയ്യേണ്ടത്. ഇതന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. കമ്പനിയിൽ ആരും ബലം പിടിച്ചിരിക്കരുത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇതെൻ്റെതാണ് കമ്പനി, എനിക്കാണ് ഈ കമ്പനി, എൻ്റെ ലൈഫ്. നമ്മുടെ നാട്ടിൽ ആരൊക്കെയോ നമ്മളെ കാത്തിരിക്കുന്നു, നമ്മുടെ ഉമ്മ, നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, ആരൊക്കെയോ. അവരുടെ ആ പുഞ്ചിരി അത് മായാതെ കാക്കുന്നത് എൻ്റെ ഈ കമ്പനിയാണ്. ദാറ്റ് ഈസ് അവർ ബിലീഫ് സിസ്റ്റം, മനസ്സിലായോ? അവരുടെ കുറെ കാര്യങ്ങൾ ചെയ്തു തരുന്നത് ഈ കമ്പനിയാണ്. ഈ കമ്പനി ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചിരി മങ്ങും. എത്രയോ ആൾക്കാർ നമ്മൾ കുറെ ദിവസമായിട്ട് കാണാണ്, ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് എത്രയോ ആൾക്കാർ എന്തുണ്ട് ഈ ദുബായിലുണ്ട്. എത്രയോ ആൾക്കാർ റൂമിൽ ഇങ്ങനെ കഴിയാണ്, എത്രയോ ആൾക്കാർ ജോലി നഷ്ടപ്പെട്ടിട്ട്. പക്ഷെ അതൊന്നും നഷ്ടപ്പെടാതെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന, നമ്മുടെ കമ്പനിയിൽ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന, അവരെ കൊണ്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്തു തരുന്നത് കൊണ്ട് ആ ഒരു പ്രൊഫഷണലിസത്തിന്റെ ഭാഗം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഗോൾ സ്പിരിച്വലാണ് ഒന്ന്, പിന്നൊന്ന് സോഷ്യലാണ്, അഥവാ സമൂഹത്തിന് ഗുണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഒരാളും പരാജയപ്പെടരുത്, അത് നമ്മുടെ ക്ലയൻസ്. അതോടൊപ്പം അവരുടെ ഒരു കമ്മ്യൂണിറ്റി വേറെ ഉണ്ട്. ഇവിടെ ഒരു കമ്പനി, ഇപ്പൊ ഞങ്ങൾ കമ്പനി ഉണ്ടെന്നുള്ളതാണ് നിങ്ങളെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ കമ്പനി സക്സസ് ആയാൽ അത് ഞങ്ങളുടെ മാത്രം സക്സസ് അല്ല, ഞങ്ങളെ കാത്തിരിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട്, മനസ്സിലായോ? അവനെ കാത്തിരിക്കുന്ന മലപ്പുറത്തെ സൊസൈറ്റി ഉണ്ട്, ഇവനെ കാത്തിരിക്കുന്ന ഇവന്റെ ചട്ടിപ്പറമ്പിലെ സൊസൈറ്റി, എന്നെ കാത്തിരിക്കുന്ന എന്റെ മേൽപ്പത്തുനാടിന്റെ സൊസൈറ്റി ഉണ്ട്. ആ മുഴുവൻ ചിലപ്പോൾ അത് 100, 200, 500, ചിലപ്പോൾ 1000 ആൾക്കാരൊക്കെ ആയിരിക്കും. അവരുടെ കംപ്ലീറ്റ് ഫോക്കസ് ആണ് അത്. അതിലാണ് നിങ്ങൾ ഈ സിഗ്നേച്ചർ പതിപ്പിക്കുന്നത്. അതൊരു വ്യക്തിയല്ല, ഒരു വലിയ കിനാബിനാണ് നിങ്ങൾ എന്താക്കുന്നത്, ഉപ്പ് ചാർത്തുന്നത്. അപ്പൊ അതിനെ സക്സസ് ആക്കി കൊടുക്കുക എന്ന പ്രൊഫഷണലിസത്തിൽ ഇവർ കിടന്നിങ്ങനെ പായുമ്പോൾ അതിന്റെ പിന്നിൽ അറ്റ്ലീസ്റ്റ് ടൈം കീപ്പ് ചെയ്തുകൊണ്ട്, ലീവ് എടുക്കാതെ, കമ്പനിയുടെ മോട്ടോ മനസ്സിൽ കണ്ട് പരസ്പരം എല്ലാവരും ഫ്രണ്ട്സായി നല്ല ടീമായി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. നല്ല ടീമാണ്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മഗ്‌രിബിന്റെ സമയം ആണെങ്കിൽ ഒരു ദിവസം കൂടി പിന്നെ നമുക്ക് പോകുന്നതിന് മുമ്പ് നോക്കാം. മഗ്‌രിബിന്റെ സമയത്ത് ആമയും മയിലും ഓടിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ? എത്ര പ്രാവശ്യം ഓടി?
ഒരു പ്രാവശ്യമല്ലേ? അത് ഓടിയിട്ട് കഥ ഉണ്ടാക്കിയതാണോ? അല്ല, മനുഷ്യന്റെ സാങ്കല്പിക കഥയാണ്. അതുകൊണ്ട് ഇനിയും നമുക്ക് സങ്കല്പിക്കാം. മനസ്സിലായോ? ആദ്യത്തെ പ്രാവശ്യം വേഗം പറഞ്ഞാലേ ബാബുസ്തോ നമുക്ക് നിർത്താം. എന്താണ് ആദ്യ പ്രാവശ്യം എന്താ സംഭവിച്ചത്? കാരണം ഓർമ്മയില്ല. എന്താ ഓർമ്മ? മയല് മുന്നിലെത്തി, തിരിഞ്ഞു നോക്കി. അപ്പൊ എന്തായി? ആമ മെല്ലെ വരുന്നുണ്ട്. ആമയേക്കാൾ എന്തായാലും 100 ഇരട്ടി സ്പീഡെങ്കിലും ആർക്കുണ്ടാവും. 100 ഇരട്ടി, 1 ഇരട്ടി 2 ഇരട്ടി ഒന്നുമില്ല മുയലിനുണ്ട്. അതുകൊണ്ട് മുയൽ എന്ത് ചെയ്തു? മെല്ലെ കിടന്ന് കുറെ കഴിഞ്ഞപ്പോ ആമ പാസ് ചെയ്തു, ലക്ഷ്യസ്ഥാനത്തെത്തി. ഇതാണ് കഥ. ഇതിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോക്കിയാൽ മുയലിന്റെ സ്ട്രെങ്ത് എന്താ? ഒന്നാലോചിച്ചിട്ട് പറ. സ്പീഡാണ്. ആമന്റെ സ്ട്രെങ്ത് എന്താ? നമുക്ക് സ്ട്രെങ്ത് ഇല്ലല്ലേ? ഫോക്കസ് ഒക്കെ ഇതാണ്. കണ്ടിന്യൂസ്. ഒരു ജോലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ആരെന്ത് പറഞ്ഞാലും, ഞാൻ പരാജയപ്പെടുമെന്ന് തോന്നിയാലും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും. അത് ആമയുടെ ഒരു സ്ട്രെങ്ത്. അതുകൊണ്ട് ജയിച്ചു. നമ്മൾ ഇതുവരെ, മോൻ എത്ര വയസ്സായി? 26. മോൾക്ക് എത്ര വയസ്സായി? ചോദിക്കാൻ പാടില്ല. എങ്ങനെ? 32. 32 വയസ്സ് വരെ അല്ലെങ്കിൽ 26 വയസ്സ് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ 45 വയസ്സ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്, മുയൽ ഉറങ്ങിയത് കൊണ്ടാണ് ആമ ജയിച്ചത്. അങ്ങനെ തന്നെയല്ലേ? മുയൽ ഉറങ്ങിയത് കൊണ്ടാണ് ആമ ജയിച്ചത്. രണ്ടാം പ്രാവശ്യം അവരൊന്നും കൂടി ഓടി. നമുക്ക് ഇനി ഓട്ടാലോ, സാങ്കല്പിക കഥയില്ല. രണ്ടാം പ്രാവശ്യം ആ മുയല് പറഞ്ഞു നമുക്കൊന്നും കൂടി ഓടാം. ഈ തോറ്റവർക്കാണല്ലോ തോന്നുന്നു ഒന്നും കൂടി ഓടണം. മനസ്സിലായോ? തോറ്റവർക്കാണ് നമ്മൾ എന്താ പറയാ, ആദ്യം മുതൽ ഒന്നും കൂടി കളിക്കാന്നൊക്കെ പറയാം. തോറ്റവരാണ്. ഫുട്ബോൾ ആയാലും മറ്റേ സെറ്റിലൊക്കെ നിർത്തണം നമ്മൾ തോന്നിയാലും ഒന്നും കൂടി കളിക്കല്ലേ എന്നെങ്കിലും തോറ്റവരാണ്, ജയിച്ചവരല്ല. തോറ്റ ആള് പറഞ്ഞു. ആര് പറഞ്ഞു? മയില് പറഞ്ഞു നമുക്കൊന്നും കൂടി ഓടാം. അപ്പൊ ആമക്കൊരു ടെൻഷൻ. ഇതിപ്പോ ഒരു ചരിത്രത്തിലെ ഒരു വല്ലാത്തൊരു വിജയമാണ്. ഇനി ആവർത്തിക്കൂലല്ലോ, അവൻ ഉറങ്ങണ്ടേ? അതാണ്. അപ്പൊ മുയലിന്റെ നെഗറ്റീവ് പോയിന്റ് ലേസിനെസ് ആണ്. എത്ര വലിയ തമിഴിലൊരു ചൊല്ലുണ്ട്, അവൻ നിനത്ത പുലിയത്ത പിടിക്കുവാണ്, സത്ത് പോണാലും നിനക്ക് മാറ്റും. അവൻ വിചാരിച്ച പുലിനെ തന്നെ പിടിക്കും, പക്ഷെ ചത്താലും വിചാരിക്കൂല. മനസ്സിലായോ? അങ്ങനെ കുറെ പ്രതിഭകൾ ഉണ്ടാവും കമ്പനിയിൽ. മനസ്സിലായോ? ടോപ്പ് ആൾക്കാരായിരിക്കും നാട്ടില്, ഫുട്ബോൾ കണ്ടത്തിൽ ഇതിലൊക്കെ നല്ല ഉഷാറായിരിക്കും. പക്ഷെ കമ്പനിയിൽ വന്ന് ഉറങ്ങി തുടങ്ങിയാണ്ടായിരിക്കും. അവൻ നിനച്ച പുലിയത്തെ പിടിക്കുവേ ആണ സത്ത് പോണാലും നിനക്ക് മാറ്റും. അതാണ് മുയല്. മനസ്സിലായോ? ആമ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിന് സ്ലോ ആണ്. അവന്റെ പിന്നെ നെഗറ്റീവ് സ്ലോ ആണ്. രണ്ടാം പ്രാവശ്യം ഓടി ആമ തോറ്റു. കാരണം മുയൽ ഉറങ്ങിയില്ല. കാരണം ഒരിക്കൽ തന്നെ നാണം കെട്ടതല്ലേ. മുയൽ ഉറങ്ങാതെ ഓടി വളരെ സ്പീഡിൽ ജയിച്ചു. അപ്പൊ അതോട് കൂടിയിട്ട് എന്തായി? ഓട്ടം നിർത്തേണ്ടി വരും. പക്ഷെ അപ്പൊ ആമ പറഞ്ഞു നമുക്കൊന്നും കൂടി ഓടാം, നമുക്കൊന്നും കൂടി. മൂന്നാം പ്രാവശ്യം വേറൊരു ഓട്ടമാണ്. അതിൽ ആമ പറഞ്ഞു, മുയല് പറഞ്ഞു ഇനി ഞാൻ ഉറങ്ങൂലെന്ന്. ഒരിക്കലും എന്താവില്ല, ഉറങ്ങൂല. അപ്പൊ അമ്മ പറഞ്ഞു ഉറങ്ങണ്ട, പക്ഷെ നമുക്ക് റൂട്ട് മാറ്റാം. ദാറ്റ് ഈസ് കോൺഫിഡൻസ്. റൂട്ട് മാറ്റാം. അപ്പൊ ആ പറഞ്ഞു എന്ത് റൂട്ട്? അപ്പൊ ഈ കാടിനൊരു രൂപമാണ്. സിംഹം പോണതിലൂടെ അത് പോവുള്ളൂ, മുതല പോകുന്നിടത്ത് അത് പോവുള്ളൂ, ഇതേപോലെ മുയല് പോകുന്നിടത്തെ മുയല് പോവുള്ളൂ. ആമ പോകുന്ന ഒരു ഇടമുണ്ട്, പാവം വഴി, അതിലൂടെ ഇതുവരെ മുയല് പോയിട്ടില്ല. അപ്പൊ ഈ ആമ പറഞ്ഞു ഇതിലൂടെ പോയിട്ട് വലിയൊരു മരം ഉണ്ട് അവിടെ, ഒറ്റ മരം, വലിയ തടിച്ച മരം, അതിൽ തുടർന്നു പറഞ്ഞു. അപ്പൊ മുയല് ചിരിച്ചു. ഓടാം. മുയലങ്ങോട്ട് ഓടി, ഉറങ്ങിയില്ല കേട്ടോ. 2 കുതിപ്പ് കുതിച്ചപ്പോഴേക്കും കണ്ടതൊരു ചെറിയ തോടാണ്, പുഴ പോലെയുള്ള തോട്. അതിന്റെ അപ്പുറത്തെ ഈ പറഞ്ഞ മരവും. മുയലാകെ പതറി, ഉറങ്ങിയില്ല. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. കുറെ കഴിഞ്ഞപ്പോ ആമ വന്നു, നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി, നേരെ പോയിട്ട് മരം തൊട്ടു. ഇനിയൊന്ന് മാറ്റി പറഞ്ഞാട്ടെ, 45 വയസ്സ് വരെ പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ 32 വയസ്സ് വരെ പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ 26 വയസ്സ് വരെ പറഞ്ഞ വാക്ക്, മുയൽ ഉറങ്ങിയില്ലെങ്കിലും ഒന്ന് പറഞ്ഞോ? ആദ്യമായിട്ട് മാറ്റി പറയണം. എന്താണ്? മുയൽ ഉറങ്ങിയില്ലെങ്കിലും. നമ്മൾ കഥ, ഇതുവരെ വിശ്വസിച്ച കഥയെ നമ്മളൊന്ന് മാറ്റി വിശ്വസിക്കണം. കാരണം മുയലിന്റെ ശക്തി എവിടെയാണോ അവിടെ അത് വിജയിക്കും. നെയ്മറുടെ കയ്യിൽ ബാറ്റ് കൊടുത്താൽ ഒരിക്കലും ഇന്ത്യ വിജയിക്കില്ല. സച്ചിൻ ടെണ്ടുൽക്കറുടെ കാലിൽ പന്ത് കൊടുത്താൽ ഇന്ത്യ ഒരിക്കലും വിജയിക്കില്ല. മെസ്സി ഈസ് ദ ഹീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ഫുട്ബോൾ. അബ്സല്യൂട്ട്ലി. ഇപ്പൊ പല താരങ്ങള് ഇപ്പം ഇയാളെ പറയാൻ പറ്റില്ലല്ലോ. വിരാട് കോഹ്ലി ഈസ് ദ ഹീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ക്രിക്കറ്റ്. അപ്പൊ പ്ലാറ്റ്ഫോമാണ് പ്രശ്നം, അല്ലാതെ അവരുടെ കരുത്തല്ല പ്രശ്നം. പ്ലാറ്റ്ഫോം എവിടെയാണ്? ഇതിൽ ചിലപ്പോൾ സൈലന്റ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടാവും, കുറെ ആമകൾ. അവർക്ക് തോന്നേണ്ട ഞാൻ ആമയാണ്, ഞാൻ ഇൻഫീരിയോറിറ്റിയാണ്, എനിക്ക് അങ്ങനെ കോംപ്ലക്സ് ഉണ്ട്.
എനിക്ക് ഭാഷ പെട്ടെന്ന് വഴങ്ങുന്നില്ല, പെർഫോമൻസ് പോരാ. ആൾ ആമയാണ്, പക്ഷെ അയാളുടെ പ്രതലമെത്തിയാൽ അയാൾ ആരാണ്? പുലിയാണ്. മനസ്സിലായോ? ആ പ്രതലമെത്തണം. അപ്പൊ പിന്നെ മൊയല് പറഞ്ഞു, ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി ഓടാണ്, 4ാമത്തെ ഓട്ടം. അപ്പൊ ഇതുവരെ രണ്ടുപേരും കൂടിയല്ലേ ഓടിയത്. നമ്മുടെ നാട്ടില് ഈ ഗ്രൂപ്പ് സ്റ്റഡിക്ക് ഇരിക്കും. ഒരാൾ ബയോളജി ടെക്സ്റ്റ് ആയിട്ട് അങ്ങോട്ട്, ഒരാൾ കെമിസ്ട്രി ടെക്സ്റ്റ് ആയിട്ട് ഇങ്ങോട്ട്, ഒരാൾ ഹിസ്റ്ററി ടെക്സ്റ്റ് ആയിട്ട്. ഇതെല്ലാം ഗ്രൂപ്പ് സ്റ്റഡി. ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരേ ടോപ്പിക് ആയിട്ട് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യലാണ്. ഇതേപോലെ ഇതുവരെ ഓടിയത് ഒന്നിച്ചാണ്, പക്ഷെ സെപ്പറേറ്റ് ആണ്. പിന്നെ ആമ പറഞ്ഞു, മൊയല് പറഞ്ഞു, നീ എന്റെ പുറത്ത് കയറും, ഓടാം. പുഴ വരെ ഭയങ്കര സ്പീഡിൽ രണ്ടാളും കൂടി ഓടി. പുഴയെത്തിയപ്പോ ആമ നേരെ വെള്ളത്തിൽ, അതിന്റെ മുകളിൽ മൊയല് കയറി. രണ്ടാളും കൂടി പോയിട്ട് എന്ത് ചെയ്തു? It is synergy. 1 + 1 is equal to 2. It is mathematics. 1 + 1 is equal to 3. It is psychology. സൈക്കോളജിയിൽ എപ്പോഴും 1 1 3 തല തിരിഞ്ഞാന്ന് വിചാരിക്കണം. രണ്ടാൾ കൂടിയിട്ട് ഒരു എഫേർട്ട് നടത്തി കഴിഞ്ഞാൽ അത് 3 ആളുടെ കരുത്ത് അതിൽ ഉണ്ടായിരിക്കും. അപ്പൊ മാത്സ് മാത്രമല്ല, മാത്സ് അല്ലാതെയും ചില മാത്സ് ഉണ്ട്, നമുക്കറിയാത്ത ചില ഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? ഇത്. ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ചില ഇക്വേഷൻ ഒക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരണം. ഒരിക്കലും വിചാരിക്കാത്ത ഇക്വേഷൻ. അച്ഛൻ മരിച്ചപ്പോ കുതിരയെ വിഭജിക്കാൻ പറഞ്ഞതുപോലെ പാതി മോന് കൊടുക്കണം, അല്ലെ? 4-1 മോൾക്ക് കൊടുക്കണം, 5-1 ഇവിടെ കൊടുക്കണം. മൊത്തം 19 കുതിര. മൊത്തം എത്ര കുതിര? 19 കുതിര. മാത്സ് ഒക്കെ ഒന്ന് ലോജിക്കലി ചിന്തിച്ചു കേട്ടോ. ഭാര്യക്ക് പകുതി കൊടുക്കണം. 19ന്റെ പകുതി എത്രയാ? 8.5 9.5 കുതിര ആർക്ക് കൊടുക്കണം? 4-1 എത്രയാ? 4.75 വരും. അതാർക്ക് കൊടുക്കണം? 4.75 വരും. അതവിടെ കൊടുക്കണം. മറ്റാൾക്ക് 5-1, അത് 3.75 വരും. അപ്പൊ അവിടെ കൊടുക്കണം. പക്ഷെ ഒരിക്കലും കുതിരയെ എന്താക്കരുത്, കഷ്ണമാക്കരുത്. 19 കുതിരയേ ഉള്ളൂ. എങ്ങനെ വിഭജിക്കും? വിഭജിക്കാൻ പറ്റുമോ? എങ്ങനെ? എന്താണത്? ക്യാഷ് അല്ല, മോണിറ്ററിയിലല്ല, ഈ കുതിരനെ തന്നെ വിഭജിക്കണം. എന്താ ചെയ്തെന്നറിയോ? ഇയാളൊരു കുതിരയെ കൂട്ടി, വളരെ ശ്രദ്ധിക്കണേ. അതെല്ലാം എളുപ്പമല്ലേ എന്ന് വിചാരിക്കും. എന്നിട്ട് പാതി, 20ന്റെ പാതി ആർക്ക് കൊടുത്തു? ഭാര്യ കൊടുത്തു. മനസ്സിലായോ? 4-1 5 ആർക്ക് കൊടുത്തു? മോൻ കൊടുത്തു. 5-1 4 ആർക്ക് കൊടുത്തു? മറ്റാൾക്ക് കൊടുത്തു. ഇപ്പൊ എത്ര കൂടുതൽ കിട്ടി? 9 കിട്ടേണ്ട ആൾക്ക് 10 കിട്ടി. കിട്ടിയില്ലേ? 3.75 കിട്ടേണ്ട ആൾക്ക് 4 കിട്ടി. 4.75 കിട്ടേണ്ട ആൾക്ക് എത്രയും കിട്ടി? 5 കിട്ടി. ഇയാളെ കുതിരനിട്ട് പോവുകയും ചെയ്തു. ഇതെങ്ങനെ കൂടിയേ? മനസ്സിലായില്ല? ഇയാളൊരു കുതിരനെ കൂട്ടി, അതിന്റെ 9.5 കൊടുക്കേണ്ട ആൾക്ക് 10 കൊടുത്തു, 4.75 കൊടുക്കേണ്ട ആൾക്ക് 5 കൊടുത്തു. ഒക്കെ കൂടുതൽ കൊടുത്തു. ഇവിടെ 3.75 കൊടുക്കേണ്ട ആൾക്ക് 4 കൊടുത്തു. ഇയാളെ കുതിരനായിട്ട് പോവുകയും ചെയ്തു. ദാറ്റ് ഈസ് ലോജിക്. എല്ലാറ്റിലും അങ്ങനെ ഒരു ലോജിക് ഉണ്ടാവും. പക്ഷേ നമുക്കൊന്നും നഷ്ടപ്പെടില്ല. സ്നേഹം കൊടുത്താൽ നഷ്ടപ്പെടില്ല. മനസ്സിലായോ? നമ്മളൊന്നും ഒരു വിഷ് കൊടുത്താൽ നഷ്ടപ്പെടില്ല. എല്ലാവരെയും കൊണ്ടുപോകാം. എല്ലാ പ്രശ്നങ്ങൾക്കും എന്താക്കാം? പരിഹാരവും കാണുകയും ചെയ്യാം. ഒരിക്കലും ആരെയും പോലും നോക്കേണ്ട കാര്യമില്ല. കണക്ക് എങ്ങനെയെന്നുള്ളത് വീട്ടിൽ പോയിട്ട് നോക്കുക, എങ്ങനെ കൂടിയതെന്ന് നോക്കുക, അയാൾക്ക് എങ്ങനെ ബാക്കിയെന്നൊക്കെ വേറെ നോക്കുക. ഞാൻ പറയുന്നത് എല്ലായിടത്തും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും, കൊറോണ വന്നാലും, ഇനി ഒമിക്രോൺ വന്നാലും, ഇനി ചിലപ്പോൾ മൈക്രോ വേറെ വന്നാലും, ഇനി വേറെ എന്തെങ്കിലും ക്രോമ് വന്നാലും എല്ലാറ്റിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഈ ലോജിക്ക് പോലൊരു സൊല്യൂഷൻ. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. അത് നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചിന്തിക്കണം, ഒന്നിച്ച് പ്രൊഫഷണലി മുന്നോട്ട് പോകണം, ടൈം കീപ്പ് ചെയ്യണം, ഡെഡിക്കേറ്റഡ് ആകണം, വളരെ സിനർജറ്റിക് ആയിരിക്കണം, നമുക്ക് ഭയങ്കര രസകരമായ സോഷ്യൽ മിഷൻ ഉണ്ടായിരിക്കണം. ഫെമിലിയർ ഗോൾ, 3ാമത്തെ ഗോളാണ് ഫെമിലിയർ ഗോൾ. ഫാമിലിക്ക് ഒരു ഗോൾ ഉണ്ടാവണം. അവിടെ ഞാൻ, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ എന്നുള്ളതല്ല, എൻ്റെ ജ്യേഷ്ഠൻ, ജ്യേഷ്ഠന്റെ മക്കൾ, എൻ്റെ അനിയൻ, അനിയന്റെ മക്കൾ, എൻ്റെ പെങ്ങൾ, പെങ്ങളുടെ മക്കൾ, എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകണം. ദാറ്റ് ഈസ് ഫെമിലിയർ ഗോൾ. അതിനുവേണ്ടി ഞാൻ ഹൈലി പ്രൊഫഷണലി ആയിട്ട് മാറണം. അപ്പോഴാണ് എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുക, അവർക്കും ആ ബെനിഫിറ്റ് ഉണ്ടാവുക. ദെൻ ഹെൽത്ത് ഗോൾ. നമ്മളെല്ലാവരും ഹെൽത്തിൽ ഭയങ്കര, ഇപ്പൊ ഒന്ന് കണ്ടില്ലേ, ഇന്നലെ 19 വയസ്സായ ആളാണ് അറ്റാക്ക് ആയിട്ട് മരിച്ചത്. 19 വയസ്സേ അവനുള്ളൂ. നമ്മൾ വിചാരിച്ചത് 60-50 ശേഷമാണ് ഈ അറ്റാക്ക്. കാർഡിയാക് അറ്റാക്ക് വരുന്നത് ഇപ്പോൾ 19-കാരനാണ്. അതുകൊണ്ട് ഹെൽത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക, ഉറക്കത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഈ പ്രായക്കാരായ ആൾക്കാരൊക്കെയും ഉറങ്ങുന്നത് 1 മണി 2 മണി നേരത്താണ്. വജഅൽനൽ ലൈല ലിബാസ വജഅൽനൻ നഹാറ മആശ. ദൈവതമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത മതങ്ങൾ ഗ്രന്ഥങ്ങളിലൊക്കെ അതുണ്ടാവും പല രീതിയിലായിട്ട്.
അതിൽ പറഞ്ഞിട്ടുള്ളത് രാത്രിയെ ഞാൻ നിങ്ങൾക്ക് എന്താക്കി തന്നു, പുതപ്പാക്കി തന്നു, വിശ്രമമാക്കി തന്നു. പകലിനെ ഞാൻ നിങ്ങൾക്ക് മഴീഷത്ത് അഥവാ നിങ്ങൾക്ക് നല്ല സജ്ജമാക്കി തന്നു എന്നർത്ഥം. അപ്പോൾ പകലിനെ ഉറങ്ങി തൂങ്ങാനുള്ളതല്ല, രാത്രിയെ ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ അത് ചെയ്തോട്ടെ. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് 1 മണി, അപ്പോൾ 10:30 ശേഷം എൻ്റെ മൊബൈൽ ഷട്ട് ഡൗൺ ആയിരിക്കും എന്നാണ്. ഇതിന് എത്രയാ 49, 50, 100 ഓപ്ഷൻ ഉണ്ടാവും മൊബൈലിൽ. ഇതിലെ ഒരു ഓപ്ഷനാണ് സ്വിച്ച് ഓഫ്. ഇതിലൊരു ഓപ്ഷനാണ് ഇത്. അത് ഈ മൊബൈൽ കണ്ടിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ പറ്റുമോ? എല്ലാ ഓപ്ഷനും വേണ്ട നമുക്ക്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സായിപ്പന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മൊബൈൽ എടുക്കും, ഓണാക്കും, വിളിക്കേണ്ടവർക്ക് വിളിക്കും, മെസ്സേജ് ആരുടേതും വന്നോ നോക്കും, 5 മിനിറ്റ് നേരെ ഓഫാക്കും, നേരെ ബാഗിലേക്ക് വെക്കും, എന്നിട്ട് തന്റെ കയ്യിലുള്ള പുസ്തകം എടുക്കും വായിക്കാം. ഇത് കണ്ടെത്തിയത് അവരാണ്, അവർ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് രാത്രി ഒരുപാട് ഉറക്കമൊഴിച്ച് സാധനങ്ങൾ കാണുന്നത് ഒഴിവാക്കുക. കാരണം നമുക്ക് രാവിലെ നമ്മുടെ ലൈഫ് തുടങ്ങാനുള്ളത്. അതിനെ മുഴുവൻ കേടുപാടാക്കുന്നത് ഇത്തരം യന്ത്രങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ടൈം നിശ്ചയിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഇതൊക്കെ ഇതിൻ്റെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അപ്പൊ രാവിലെ നമ്മളിങ്ങനെ കണ്ട് വാട്സപ്പ് കണ്ട് ഫേസ്ബുക്ക് കണ്ട് 2:15 2:30 രാവിലെ തലവേദനിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്, പനി വരുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മുടെ ഇന്റേണൽ അലൈൻമെന്റ് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ്. അപ്പൊ നമുക്ക് അസ്വസ്ഥത വരും. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് പിന്നെ ഉള്ളതാരാ? ബോസാണ്, അതേമാതിരി ഇദ്ദേഹമാണ്. ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ചെറിയ എക്സ്ക്യൂസ് ഉണ്ടെന്ന് നമുക്ക് തോന്നി. ഇവർക്ക് പ്രൊഫഷണലിസം അറിയാത്തത് കൊണ്ടല്ല. ഞാൻ ഇപ്പൊ 2-3 പ്രാവശ്യം ഇങ്ങനെ സംസാരിക്കണം. പ്രൊഫഷണലിസം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ബേജാറാവെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കൊക്കെ അങ്ങനെ ടെൻഷനുകളാണ്. നമ്മളൊക്കെ കോളേജുകളിൽ പ്രൊഫഷണലിസം കൊണ്ടുവന്നാൽ എന്താവും? അവർക്ക് വേദനിക്കും. അപ്പൊ കൊണ്ടുവരലല്ല, ഇമ്പോസ് എന്ന് പറയുന്ന സാധനം ഇവരിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇൻസ്പയർ എന്നത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ ഇമ്പോസിംഗ് ഉണ്ട്, ഇൻസ്പയറിംഗ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഇൻസ്പയർഡ് ആയിരിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നണം. ദാറ്റ് ഈസ് ഇൻസ്പയറിംഗ്. നമുക്ക് മതം ഒരിക്കലും കുത്തിച്ചെടുത്ത് തരാനുള്ളതല്ല. പോടാ നിസ്കരിക്കട, അതില്ല, അങ്ങനത്തെ പരിപാടിയില്ല. മനസ്സിലായോ? അവന്റെ ഉള്ളിൽ നിന്ന് തോന്നണം അതിന്. മനസ്സിലായോ? മോളുടെ പേരെന്തേലും? പ്രീതി. അപ്പൊ പ്രീതിക്ക് വേണ്ടിയും രാത്രി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. പ്രീതി നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുണ്ടാകും. അവളുടെ ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കുമോ എന്ന വിശ്വാസമല്ല നമുക്കുണ്ടാകും. ആ വിശാല കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമോ എന്ന് അവർക്കും അല്ല, നമ്മുടെ വിശാലമായ കാഴ്ചപ്പാട്. അങ്ങനെ ഒരു ഐക്യബോധം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഐക്യബോധം. ആ ഐക്യബോധത്തിൽ നമ്മൾ ഭയങ്കര പ്രൊഫഷണൽ ആണ്. അവർ സമാധാനം വരാൻ ഡിസിപ്ലിൻഡായ ലൈഫ്, പ്രൊഫഷണലായ ജോബ്, നമ്മളെ കാത്തിരിക്കുന്ന സൊസൈറ്റി, മീൻസ് നമ്മുടെ ഉമ്മ ഉപ്പയടക്കം എല്ലാവരും. നമ്മുടെ ഉമ്മാക്ക് അല്ലെങ്കിൽ അമ്മക്ക് ഒരു സാമ്പത്തികം കൊടുക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ എങ്ങനെ സന്തോഷം കൊണ്ട് നിറയും. ഉമ്മയുടെ ആ സമയത്ത് നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ കണ്ണ് നിറക്കലിൽ അമ്മ മാത്രമല്ല സന്തോഷപ്പെടുന്നത്, അങ്ങകരെ അർശിലിരുന്നിട്ട് എൻ്റെ ദൈവം തമ്പുരാനിൽ സന്തോഷിക്കുന്നു എന്നതാണ്. ദാറ്റ് ഈസ് അവർ മോട്ടോ. മനസ്സിലായോ? എൻ്റെ ഉമ്മ മാത്രമല്ല, ഇതുവഴി എൻ്റെ ദൈവവും സന്തോഷത്തിലാണ്. അതായിരിക്കണം നമ്മുടെ നിയത്തുണ്ടാവും. അങ്ങനെ മുന്നോട്ടൊരു പ്രൊഫഷണൽ വേയിൽ മുന്നോട്ട് പോകും. ഒരിക്കലും ഇവർ ഇമ്പോസ് ചെയ്യില്ല. ഇമ്പോസ് ചെയ്താൽ നമുക്കാകെ പ്രയാസമായിട്ട് മാറും. ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ആർ യു റെഡി? മീറ്റിംഗിന്റെ ഇതിൽ ഒന്ന് അടിച്ചിട്ട് പറഞ്ഞാൽ എങ്ങനെ റെഡി? ആർ യു റെഡി? ഒന്നുകൂടി പറ. ആർ യു റെഡി? ഇന്ന് മുതൽ നാം ഭയങ്കര പങ്ക്ച്വലായി, ഉഷാറായി. എന്ത് പനി ഉണ്ടായാലും ഇവിടെ വന്നിട്ട് അങ്ങനെ പനിയുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്ത് അവരനുവദിച്ചാൽ മാത്രം അങ്ങനെയൊക്കെ ചെയ്യണം. മനസ്സിലായോ? ഞാൻ ചിലയിടത്തൊക്കെ പോയാൽ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ നല്ല പനി വന്നാൽ പോലും ഞാൻ അധികം നിങ്ങൾ വീക്കണമായി പ്രസംഗിച്ചാൽ മതി. മനസ്സിലായി? എന്നാലും പനിക്ക് അവിടെ എത്തണം എന്ന്. അതാണ് നമ്മുടെ കൾച്ചർ, അതായിരിക്കണം നമ്മുടെ രീതി. ആർ യു റെഡി ഫോർ ദാറ്റ്? ഉറപ്പല്ലേ? അപ്പൊ നമ്മുടെ ഗോൾസ് ഏതൊക്കെയാണ്? സ്പിരിച്വൽ, സോഷ്യൽ, ഫെമിലിയൻ, ഹെൽത്ത്, ഒന്നും കൂടി ഉണ്ട് കരിയർ. ഏതാണ് കരിയർ? നിങ്ങളുടെ ഗോൾ. നിങ്ങളിപ്പോൾ എവിടെയാണോ അതിന്റെ മുകളിലേക്ക് ഈ കമ്പനി ഇങ്ങനെ പോയാൽ ടോപ്പ് ലെയറിലേക്ക് എത്തിയാൽ വ്യത്യസ്ത രാജ്യങ്ങൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആരെയായിരിക്കും അതിന്റെ ഹെഡാക്കി വെക്കുക? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആരായിരിക്കും? പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടല്ല, ഇതിന്റെ എല്ലാ വേവും അറിയുന്ന ആളെ. അതുകൊണ്ട് നമ്മുടെ തന്നെ ഗ്രോത്ത് ആണ്, നമ്മുടെ തന്നെ രീതി. ഓക്കെ, ആർ റെഡി? നമുക്ക് പിരിയാലേ? ഇന്നത്ര പോരെ? പിന്നെ